പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങി വെച്ചിരുന്നു. 29 ഡിസംബർ 2021 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് വർക്ക് ആൻഡ് ടൈം. അതിൻ്റെ രണ്ട് മോഡൽ വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ടാണ് ആ വീഡിയോയ്ക്ക് അത്രയും ലെങ്ത് പോയത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിൻറ്റും എടുത്ത് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും ടൈം നമ്മൾ ആ ഒരു ക്വസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റിനും പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ ഒരു വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്തത്. ഈ അടുത്ത ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ദേ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, a group of five students has different height. Raj is shorter than Simran is shorter than Manoj is taller than only Kriti. Who among the following is the tallest? ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു 5 പേരുള്ളൊരു ഗ്രൂപ്പ്, 5 പേർക്ക് നമുക്ക് 5 സ്ഥലം കൊടുക്കാം. 5 പേരുള്ളൊരു ഗ്രൂപ്പ് കണ്ടോ? 5 പേരുള്ള ഗ്രൂപ്പിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് രാജ് ഈസ് ഷോർട്ടർ ദാൻ സിമ്രാനേക്കാൾ ഷോർട്ടറാണ് രാജ് എന്ന് പറയുന്നത്. സിമ്രാനേക്കാൾ നീളക്കുറവാണ് ആർക്ക്? രാജിന്. സിമ്രാനേക്കാൾ നീളക്കുറവാണ് രാജിന്. അപ്പോൾ നമുക്കത് രാജിനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇത് രാജ്. ഓക്കെ, സിമ്രാനേക്കാൾ ഷോർട്ടറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സിമ്രാൻ രാജിനേക്കാൾ ഇച്ചിരി നീളമുള്ള ആളാണ്. ഓക്കെ, സിമ്രാൻ. മനസ്സിലായോ പറഞ്ഞത്? രാജ് ഈസ് ഷോർട്ടർ ദാൻ സിമ്രാൻ എന്ന് വെച്ചാൽ അതേ നോക്കിയേ, കറക്റ്റ് അല്ലേ? സിമ്രാനേക്കാൾ നീളം കുറവാണ് ആർക്ക്? രാജിന്. ഓക്കെ, അടുത്ത വരി നോക്കിയേ, സിമ്രാൻ ഈസ് ഷോർട്ടർ ദാൻ മനോജ്. ഇനി സിമ്രാനോ മനോജിനേക്കാൾ ഷോർട്ടറാണ്. അപ്പോൾ ഇവിടെ ഞാൻ മനോജിന് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ മനോജിനെ നിർത്തുവാണെങ്കിൽ മനോജിനേക്കാൾ നീളക്കുറവാണ് സിമ്രാന്. അപ്പോൾ ആദ്യമേ ഞാൻ എന്ത് പറഞ്ഞു? ആദ്യം പറഞ്ഞത് സിമ്രാനേക്കാൾ നീളക്കുറവാണ് രാജിന്, മനോജിനേക്കാൾ നീളക്കുറവാണ് സിമ്രാന്. ഇനി ഒരു അടുത്ത കാര്യം പറയുന്നുണ്ട്. ഇനി 2 പേരുടെ കാര്യം കൂടെ ഉണ്ട്. അവരാണ് മനു ഈസ് ടോളർ ദാൻ ഒൺലി കൃതി. മനു എന്ന് പറയുന്നത് കൃതിയേക്കാൾ നീളമുള്ള ആളാണ്. മനു ഈസ് ടോളർ ദാൻ ഒൺലി കൃതിയേക്കാൾ ആർക്ക് നീളമാണ്? മനുവിന്. അപ്പോൾ മനുവിനെയും കൃതിയെയും നമുക്ക് മാറ്റി ഒന്ന് നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൃതി, ഇവിടെ മനു. ഓക്കെ, എന്താ പറഞ്ഞത്? മനു ഈസ് ടോളർ ദാൻ ഒൺലി കൃതി. ടോളറാണ് അല്ലേ? മനു എന്ന് പറയുന്നത് കൃതിയേക്കാൾ നീളമുള്ള ആളാണ് മനു. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആ കണ്ടീഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒൺലി കൃതി. മനു എന്ന് പറയുന്നത് കൃതിയേക്കാൾ മാത്രം നീളമുള്ള ആളാണ്. മനു എന്ന് പറയുന്നത് കൃതിയേക്കാൾ മാത്രമേ നീളമുള്ളൂ. എന്ന് വെച്ചാൽ ഇവരുടെ 5 പേരിൽ കൃതിയേക്കാൾ നീളമുള്ള ഒരേ ആളേ ഉള്ളൂ, അത് മനുവാണ്. മനസ്സിലായോ? ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഇവിടെ മനുവിനെ കൊണ്ട് നിർത്തുവാണെന്ന് വിചാരിക്കുക. ഇവിടെ മനുവിനെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇത് മനു ആണെങ്കിൽ നമുക്ക് പറയാം മനു എന്ന് പറയുന്നത് രാജിനേക്കാളും നീളമുള്ള ആളാണ്, സിമ്രാനേക്കാൾ നീളമുള്ള ആളാണ്, മനോജിനേക്കാൾ നീളമുള്ള ആളാണെന്ന് പറയാം അല്ലേ? ഇവർ 3 പേരേക്കാൾ നീളമുള്ള ആളാണ് മനു എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മനു എന്ന് പറയുന്നത് കൃതിയേക്കാൾ മാത്രം നീളമുള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഏറ്റവും നീളം കുറഞ്ഞ ആൾ കൃതിയാണ്. ഏറ്റവും നീളം കുറഞ്ഞ ആളാരാണ്? കൃതിയാണ്. അതിനേക്കാൾ നീളമുള്ള ആളാണ് മനു. ഇപ്പോൾ ഈ പറഞ്ഞ കറക്റ്റ് അല്ലേ? നോക്കിയേ, കൃതിയേക്കാൾ നീളമുള്ള ആളാണ് ഒള്ളി കൃതിയാണ് ഏറ്റവും ചെറുത്. അതിനേക്കാൾ നീളമുള്ള അതിനേക്കാൾ നീളമുള്ളത് മനുവാണ്. അപ്പം മനുവിനേക്കാൾ നീളം കുറഞ്ഞ ഒരേ ആളേ ഉള്ളൂ, അത് കൃതിയാണ്. മനസ്സിലായോ? മനുവിനേക്കാൾ നീളം കുറഞ്ഞ ഒരാളേ ഉള്ളൂ, അത് കൃതിയാണ്. മനസ്സിലായോ? ഇനി ഇങ്ങനെ പോവും അല്ലേ? ഇനി അടുത്തത് ആര് നിൽക്കും? രാജ് നിൽക്കും അല്ലേ? അത് കഴിഞ്ഞ് സിമ്രാൻ നിൽക്കും, അത് കഴിഞ്ഞ് മനോജ് നിൽക്കും. ഇപ്പോൾ ഒന്ന് നോക്കിയേ, ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മനുവിനേക്കാൾ നീളം കുറഞ്ഞ ഒരാളേ ഉള്ളൂ, അത് കൃതിയാണ്. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? അല്ലാതെ നമ്മൾ മനുവിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? മനുവിനേക്കാൾ നീളം കുറഞ്ഞ ആൾ മനോജുണ്ട്, സിമ്രാനുണ്ട്, രാജുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിവിടെ നിർത്താൻ പറ്റത്തില്ല. കാരണം അവർ പറഞ്ഞു മനുവിനേക്കാൾ നീളം കുറഞ്ഞ ഒരാളേ ഉള്ളൂ, അത് കൃതിയാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും നിർത്തുന്നത്. മനസ്സിലായോ പറഞ്ഞത്? രാജ്, സിമ്രാൻ, മനോജ് അല്ലേ? മനോജ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാ? അങ്ങനെയാണെങ്കിൽ ഹൂ എമംഗ് ദ ഫോളോവിങ് ഈസ് ദ ടോളസ്റ്റ്. ഇതിനകത്ത് ഏറ്റവും നീളമുള്ള ആൾ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നീളമുള്ള ആൾ ആരാണ്? ആരായിരിക്കും നീളമുള്ള ആൾ? മനോജ് ആയിരിക്കും അല്ലേ? മനോജാണ് ഏറ്റവും നീളമുള്ള ആൾ. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 432 raised to 412 into 499 raised to 431.
ഓക്കെ, ഇതേ നോക്കിയേ, രണ്ട് നമ്പർ തന്നിട്ടുണ്ട്. 432/412 ഇൻറ്റു 499/431. രണ്ട് നമ്പർ ഇൻറ്റു ചെയ്യാൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിച്ചേക്കുക ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ്. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടുമല്ലോ, ഒരു നമ്പർ കിട്ടും. ആ നമ്പറിൻ്റെ ഏറ്റവും അവസാനത്തെ നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്? ഇവിടെ ഒരു വലിയൊരു നമ്പർ കിട്ടുമല്ലോ, XXXX എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനകത്തിൽ അവസാനത്തെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അരിത്തമെറ്റിക് എന്ന ടോപ്പിക്കിനകത്തിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോസിനകത്തിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് യൂണിറ്റ് ഡിജിറ്റ്. ഇതേ നോക്കിയേ, ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നോക്കിയേ, ഇത് 12 × 13, 12 × 13 ഒന്ന് ഗുണിച്ച് നോക്കിയേ. 2 × 3 6, 1 × 3 3, 1 × 2 2, 1 6 5 1 എന്ന് കിട്ടി അല്ലേ. 156 എന്ന് കിട്ടി. നോക്കിയേ, രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ഞാൻ ഗുണിച്ചു. 12 × 13 രണ്ട് നമ്പേഴ്സിനെ ഞാൻ ഗുണിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് 156 ആണ്. 156. നോക്കിയേ, ഈ കിട്ടിയ നമ്പറിനകത്തിലെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണല്ലേ. കിട്ടിയ നമ്പറിനകത്തിലെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഈ 6 കിട്ടണമെങ്കിൽ നോക്കിയേ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തിലെ ഈ അവസാനത്തെ രണ്ട് ഡിജിറ്റ് ഗുണിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ആൻസറിനകത്തിലെ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടുന്നത്. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നേക്കുന്ന അവസാനത്തെ രണ്ട് ഡിജിറ്റ് ഗുണിച്ചാലാണ് എനിക്ക് ആരെ കിട്ടുന്നത്? അവസാനം ആൻസറിനകത്തിലെ അവസാനത്തെ ആളെ കിട്ടുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 78 × 12, 78 × 12 ഇതിനകത്തിലെ യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 78 × 12 ഗുണിച്ച് കഴിഞ്ഞാൽ അതിനകത്തിലെ യൂണിറ്റ് ഡിജിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ 8 × 2 ചെയ്യണം അല്ലേ. 8 × 2 16, 8 × 2 16. അതായത് യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 6 ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് അവസാനം വരുന്ന 6 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ ആണോ? 54 × 35, 54 × 35 ഇതിനകത്തിലെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 5 × 4, 4 20, 20 അവസാനത്തെ 0 അല്ലേ. ഇതായിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 432 അല്ലേ. പവറുള്ള നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. റേസ് ടു ആണ് തന്നിരിക്കുന്നത്. പവേഴ്സ് നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ അവസാനത്തെ നമ്പർ ഇഞ്ഞെടുക്കണം. 2 അല്ലേ. 2/412 എന്ന് എഴുതുക. 2/412 ഇൻറ്റു ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് ഇഞ്ഞെടുക്കുക. 9/431 അല്ലേ. നമ്മൾ പറഞ്ഞു ഗുണിക്കുമ്പോൾ അവസാനത്തെ രണ്ട് ഡിജിറ്റ് തമ്മിൽ ഗുണിക്കുന്നതായിരിക്കും നമുക്ക് ലാസ്റ്റ് ഡിജിറ്റായിട്ട് ആൻസറിനകത്തിലെ ലാസ്റ്റ് ഡിജിറ്റായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ 2/412നെയും 9/431നെയും ഇഞ്ഞെടുത്തു. ഇനി നോക്കേണ്ടത് ഇത് ഞാൻ രണ്ടിൻ്റെ പവേഴ്സ് ഒന്ന് എഴുതി നോക്കുക. 2/1 2, 2/2 4, 2/3 8, 2/4 16 അല്ലേ. ദെൻ 2/5 32, 2/6 2/6 64, 2/7 2/7 128, 2/8 എത്ര കിട്ടും? 2/8 256, 2/9 എത്ര കിട്ടും? 2/9 512 അല്ലേ. 2/10 എത്ര കിട്ടും? 2/10 1024 അല്ലേ. ദേ ഇവിടെ ഒരു പ്രത്യേകത കണ്ടോ? ദേ ഇതിൻ്റെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് നോക്കിയേ. 2 ഞാൻ എടുത്തെഴുതാം. 2 4 8 16 6 അല്ലേ. 2 4 8 6 കണ്ടോ? അവസാനത്തെ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ 2 4 8 6. അത് കഴിഞ്ഞ് വീണ്ടും 2 4 8 6, വീണ്ടും 2 4 8 6, 2 4 8 6. ഇങ്ങനെ ഒരു 4 നമ്പേഴ്സ് വെച്ച് ഇതിങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? രണ്ടിൻ്റെ പവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ 4 നമ്പേഴ്സ് വെച്ച് ഇതിങ്ങനെ സർക്കിൾ ആയിക്കൊണ്ടിരിക്കും. കണ്ടോ? 2 4 8 6. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. 2 4 8 6. എത്ര നമ്പേഴ്സ് കൊണ്ടാണ്? 4 അല്ലേ. 4 നമ്പേഴ്സ് വെച്ച് ഇങ്ങനെ സർക്കിൾ ആയിക്കൊണ്ടിരിക്കും. 2 4 8 6, വീണ്ടും 2 4 8 6, 2 4 8 6. ഓക്കെ, അപ്പം 4 നമ്പേഴ്സ് വെച്ച് എന്ത് ചെയ്യും? ഇങ്ങനെ സർക്കിൾ ആയിക്കൊണ്ടിരിക്കും, സൈക്കിൾ ആയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ.
അതുകൊണ്ട് നമുക്ക് ഈ ടൂവിൻ്റെ പവർ ഉണ്ടല്ലോ, ടൂവിൻ്റെ പവർ 412. ഈ 412നെ ഈ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. 412നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 412നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 103 എന്ന് കിട്ടും. 103 എന്ന് കിട്ടും. 412നെ എത്ര ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 412നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 412നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂവിൻ്റെ പവേഴ്സ് എടുക്കുമ്പോൾ അവസാനത്തെ ലാസ്റ്റ് ഡിജിറ്റ് 4 നമ്പേഴ്സ് വീതം ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. 4, 8, 16 4, 8, 6 എന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 4 എടുത്തത്. അപ്പം 412നെ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 103 എന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നു 2 raised to 4 the whole raised to 103 എന്ന് എഴുതി. മനസ്സിലായോ പറഞ്ഞത്? 2 raised to 4 the whole raised to 103 മനസ്സിലായോ? the whole raised to 103 എന്ന് എഴുതി. നോക്കിയേ, 4 × 103 നമുക്ക് ആരെ കിട്ടും? 412നെ കിട്ടും അല്ലേ? അതുകൊണ്ട് 412നെ നമ്മളൊന്ന് ഘടകങ്ങളാക്കി എഴുതിയേക്കുക. 4 raised to 103 എന്ന്. മനസ്സിലായോ? ഇൻറ്റു 9നെയും ഇതേ നോക്കിയേ, 9ൻ്റെ പ്രത്യേകത 9 raised to 1 എത്ര കിട്ടും? നമുക്ക് 9 കിട്ടും. 9 raised to 2 എത്ര കിട്ടും? 81 കിട്ടും അല്ലേ? 9 raised to 3 എത്ര കിട്ടും? 9 raised to 3 നമുക്ക് 729 കിട്ടും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചത് 9 1 9 1 9 1 ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. 9 1 9 1 9 1 എന്ന് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. 9 1 9 1 പറഞ്ഞ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് പ്രത്യേകം നോക്കിയാൽ പവേഴ്സ് 1 പവറിൻ്റെ 1 വന്നു കഴിഞ്ഞാൽ 9 വരും. 1 വന്നാൽ 9 വരും. 3 വന്നു കഴിഞ്ഞപ്പോഴും 9 വന്നു അല്ലേ? അടുത്ത 5 വരുമ്പോഴും 9 വരും. എന്ന് വെച്ചാൽ ഓഡ് നമ്പേഴ്സ് പവേഴ്സിനകത്തിലെ ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ 9ൻ്റെ പവറിനകത്തിൽ ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. 9ൻ്റെ പവറിൽ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. 9ൻ്റെ പവറിൽ ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. നോക്കിയേ, 9 raised to 2 അവസാനത്തെ നമ്പർ എത്ര? 1. 9 raised to 4 എടുത്താലും അവസാനത്തെ നമ്പർ എത്ര ആയിരിക്കും വരുന്നത്? 1 ആയിരിക്കും. അപ്പം 9ൻ്റെ പവറിൽ ഈവൻ നമ്പർ ആണെങ്കിൽ 1 വരും. 9ൻ്റെ പവറിൽ ഈവൻ നമ്പർ ആണെങ്കിൽ 1 വരും. 9ൻ്റെ പവറിൽ ഓഡ് നമ്പർ ആണെങ്കിൽ 9 വരും. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്തു? ആദ്യം നമ്പർ എടുത്തു, അതിനകത്തിലെ ലാസ്റ്റ് ഡിജിറ്റിനെ മാത്രം എടുത്തു. 2 raised to 412 9 raised to 431. ഇനി നോക്കണം, 2 ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? 2ൻ്റെ പ്രത്യേകത നോക്കണം. 2ൻ്റെ പവർ എല്ലാം എഴുതി നോക്കുക. പവർ എഴുതി നോക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 നമ്പർ കഴിയുമ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം 4 raised to 103 എന്ന് കിട്ടി. ഓക്കെ ആണോ? അതേപോലെ 9ൻ്റെ പവർ എഴുതി നോക്കിയപ്പോൾ നമുക്കൊരു പ്രത്യേകത കണ്ടു. 1ഉം 9 ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഓഡ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. ഈവൻ നമ്പേഴ്സാണ് പവറിൽ വരുന്നതെങ്കിൽ ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ ആണോ? ഈ പ്രത്യേകതയും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും പ്രത്യേകത കണ്ടുപിടിച്ചല്ലോ. ഇനി നമുക്കത് ചെയ്തു നോക്കാം. നോക്കിയേ, പറഞ്ഞു 9 raised to 431 എന്ന് പറയുന്ന ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? 431 ഒരു ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? 431 ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. 1 ഓടാണോ ഈവൻ ആണോ? ഓഡ് നമ്പറാണ്. അതുകൊണ്ട് 431 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. 431 എന്ന് പറയുന്ന ഓഡ് നമ്പർ ആയിരിക്കും. ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 9 ആയിരിക്കും. ഓഡ് നമ്പർ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 9 ആയിരിക്കും. അതുകൊണ്ട് 9 raised to 431ൻ്റെ ഒരു നമ്പർ 9 raised to 431ൻ്റെ അവസാന ഡിജിറ്റ് എന്ന് പറയുന്ന 9 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ 9 എന്നെടുത്തു. കണ്ടോ? 431 9 raised to 431 ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് 9 ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ 9 എന്നെടുത്തു. ഇനി നോക്കിയേ, 2 raised to 4 × 103 ആണ്. 2 raised to 4 × 103 അല്ലേ? ഓക്കെ, നമുക്കിത് ഇവിടെ 412നെ പൂർണ്ണമായിട്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞു അല്ലേ? 412നെ പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. 412നെ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞു അല്ലേ? അങ്ങനെയാണ് 103 ആൻസർ കിട്ടിയത്. 412നെ പൂർണ്ണമായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടുത്തെ റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0. അങ്ങനെ റിമൈൻഡർ 0 വന്ന്, അല്ലെങ്കിൽ നമുക്കതിനെ 2 raised to 4 the whole raised to എന്ന് എഴുതാൻ നമുക്ക് കഴിഞ്ഞു. 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഇവിടെ നോക്കിയേ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ റിമൈൻഡർ 0 ആണെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും വരുന്നത്. ഇവിടുത്തെ ലാസ്റ്റ്
ഡിജിറ്റ് 6 വരും. ഓക്കെ ആണോ പറഞ്ഞത്? റിമൈൻഡർ 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 6 വരും. ഇനി റിമൈൻഡർ 1 ആയിരുന്നു നമുക്ക് കിട്ടിയെങ്കിൽ, റിമൈൻഡർ 1 എന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഇതേ 2/1 ലാസ്റ്റ് ഡിജിറ്റ് എടുക്കും. ഇനി റിമൈൻഡർ 2 എന്ന് കിട്ടിയായിരുന്നെങ്കിൽ 2/2 ലാസ്റ്റ് ഡിജിറ്റ് എടുക്കും. റിമൈൻഡർ 3 എന്ന് കിട്ടിയായിരുന്നെങ്കിൽ 8 എന്ന് എടുത്തേനെ. റിമൈൻഡർ 0 കിട്ടിയാൽ ദേ 6 എന്ന് എടുക്കും. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ 2/4 അല്ലെങ്കിൽ നമുക്ക് പറയാം 412 പൂർണ്ണമായിട്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ 2/4 ലാസ്റ്റ് ഡേറ്റ് ആയ 6 എടുത്തു. 6 ഇൻറ്റു ഇവിടുത്തെ ലാസ്റ്റ് ഡേറ്റ് 9 ആണ്. 9×6 54. 54 എന്ന് ആൻസർ കിട്ടി അല്ലേ? 54 ലാസ്റ്റ് ഡിജിറ്റ് എത്ര? 4. 54 ലാസ്റ്റ് ഡിജിറ്റ് 4. അപ്പം 4 നമ്മുടെ ആൻസർ. ഓക്കെ ആണോ പറഞ്ഞത്? നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം, അതിനനുസരിച്ചാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? ഇത് ഒന്നും കൂടെ ഫുള്ളായിട്ട് പറയാം. ഇതേ നോക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നിന്ന് അവസാനത്തെ ഡീറ്റായ 2നെ എടുക്കുന്നു അല്ലേ? 2/412 ഇൻറ്റു 9/431. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ? ലാസ്റ്റ് ഡേറ്റ് കണ്ടുപിടിക്കണം. ഇങ്ങനെ ലാസ്റ്റ് ഡേറ്റ് കാണാൻ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 2ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2/1 എന്ന് വെച്ചാൽ 2 ആണ്. 2/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ്. 2/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ആണ്. 2/4 എന്ന് വെച്ചാൽ 16 ആണ്. ഇനി 2/5 ചെയ്താലും ഈ നമ്പേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. 2, 4, 8, 6 എന്നും പറഞ്ഞ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ സൈക്കിൾ എന്ന് പറയുന്നത് 4 ആണ്. ഇവിടുത്തെ സൈക്കിൾ 4 കൂടിയിരിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2ൻ്റെ പവർ കിടക്കുന്നത് 412 ആണ്. 2ൻ്റെ പവർ എത്രയാണ് കിടക്കുന്നത്? 412 ആണ്. ഈ 412നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 103 എന്ന് ആൻസർ കിട്ടും. ഇവിടുത്തെ റിമൈൻഡർ 0 ആയിരിക്കും. 412നെ പൂർണ്ണമായിട്ടും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 വന്നാൽ 2/4 എന്നുള്ള പവർ എടുക്കണം. റിമൈൻഡർ 0 വന്നാൽ 2/4ൻ്റെ അവസാനത്തെ ഡിജിറ്റ് എത്രയാ? 6. ആ 6നെ നമ്മൾ എടുക്കണം. മനസ്സിലായോ പറഞ്ഞത്? റിമൈൻഡർ 0 ആയതുകൊണ്ട് 2/4 എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 എന്നെടുത്തു. റിമൈൻഡർ 1 ആയിരുന്നെങ്കിൽ ദേ 2/1 എന്നെടുത്തേനെ. എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റായിട്ട് 2 എടുത്തേനെ. റിമൈൻഡർ 2 എന്ന് കിട്ടിയിരുന്നെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റായിട്ട് നമ്മൾ 4നെ എടുത്തേനെ. റിമൈൻഡർ 3 എന്ന് കിട്ടിയായിരുന്നെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റായിട്ട് നമ്മൾ ആരെ എടുത്തേനെ? 8നെ എടുത്തേനെ. നമ്മൾ ഇവിടെ റിമൈൻഡർ 0 ആയതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റായിട്ട് നമ്മൾ ആരെ എടുത്തു? 6 എടുത്തു. ഇനി 9ൻ്റെ പ്രത്യേകത എന്താ? 9ൻ്റെ പ്രത്യേകത നമ്മൾ 9ൻ്റെ സ്ക്വയർ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി 9/1 എന്ന് പറയുന്നത് 9 കിട്ടും. 9/2 എന്ന് പറയുന്നത് 81 കിട്ടും. അതായത് 9ൻ്റെ മുകളിൽ അല്ലെങ്കിൽ 9ൻ്റെ പവറായിട്ട് ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിട്ട് കിട്ടും. 9ൻ്റെ പവർ ഒരു ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് ഡിജിറ്റ് 1 എന്ന് കിട്ടും. ഇവിടെ നോക്കിയാൽ 9ൻ്റെ പവർ എന്ന് പറയുന്നത് 431 ആണ്. അതായത് 431 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്. കാരണം എന്താ? ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അതുകൊണ്ട് 1, 3, 5, 7, 9 ഈ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അതൊരു ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 431 ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഓഡ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും വരുന്നത്? 9 ആയിരിക്കും വരുന്നത്. 9 ആയിരിക്കും. ഇനി അറിയാം ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്മൾ ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ 6 × 9 54 എന്ന് കിട്ടും. ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 4 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 60 square minus 54 square. 60 square minus 54 square എന്ത് കിട്ടും ആൻസർ? ഇതേ ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഏത് രീതിയിൽ കിടക്കുക? a² - b² എന്ന ഫോമിൽ കിടക്കുക അല്ലേ? a² - b². ഈ ഇക്വേഷനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കി. a² - b² ആൻസർ കിട്ടണമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? a + b × a - b. a + b × a - b. അതാണ് a² - b². a + b × a - b. ഇത് നമ്മുടെ വാല്യൂ ഇട്ട് നോക്കാം. a എന്ന് പറയുന്നത് 60 ആണ് അല്ലേ? a എന്ന് പറയുന്നത് 60 ആണ്. b എന്ന് പറയുന്നത് 54 ആണ്. ഈ ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. അതുകൊണ്ടാണ് a എന്ന് പറയുന്നത് 60 ആയിട്ടും b എന്ന് പറയുന്നത് 54 ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഈ വാല്യൂ ഇവിടെ നിന്ന് ഇട്ട് നോക്കിയേ. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് നോക്കിയേ. എയ്ക്ക് പകരം 60. 60 + 54. 60 + 54 × 60 - 54. ഓക്കെ ആണോ? 60 + 54 നമുക്ക് ആൻസർ കിട്ടും 114. 60 + 54 114 × 60 - 54 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് 684 എന്ന് കിട്ടും. 684 ഓപ്ഷൻ 2.
സിമ്പിളായിട്ടുള്ളതാണ്. ഇങ്ങനെ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എത്രയാണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കുക. ഇതേ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ദ ആവറേജ് ഓഫ് 45 നമ്പേഴ്സ് ഈസ് 150. Later, it is found that a number 46 is wrongly written as 91. Then find the correct average. Okay. Sorry. The question was, okay, the average of 45 numbers is 150. Later, it is found that a number 46 is wrongly written as 91. Then find the correct average. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 45 നമ്പേഴ്സിൻ്റെ ആവറേജ് എഴുതിയിട്ടുണ്ട് 150. 45 നമ്പേഴ്സിൻ്റെ ആവറേജ് 150 എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷമാണ് ആവറേജ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിനകത്തിൽ ആ നമ്പേഴ്സിനകത്ത് 45 നമ്പർ എഴുതിയതിനകത്തിൽ 46-ന് പകരം 91 എന്നാണ് എഴുതിയേക്കുന്നത്. 46-ന് പകരം എത്ര എന്നാണ് എഴുതിയേക്കുന്നത്? 91 എന്നാണ് എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ 45 നമ്പർ നമ്മളെടുത്തു. 45 നമ്പറിൻ്റെ ആവറേജ് നമുക്ക് കിട്ടി 150 എന്ന് കിട്ടി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ആവറേജ് കണ്ടതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇതിൽ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ യഥാർത്ഥത്തിൽ 46 ആണെന്നും വരേണ്ടത്. പക്ഷെ അവിടെ എഴുതിയേക്കുന്നത് എത്രയാ? 91 എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. 91 എന്നായിരുന്നു അവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് വേണ്ട നമ്പർ എത്രയായിരുന്നു? 46 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആവറേജ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആവറേജ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? എന്താണ് ഈ ആവറേജ്? ആവറേജ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ഈ ആവറേജിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യനാണ്. രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്യാം. നല്ല സിമ്പിളായിട്ടുള്ള രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലേ. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നോക്കിക്കോ, സിമ്പിളായിട്ടുള്ള ഒന്നാമത്തെ രീതി നമുക്ക് നോക്കാം. ഇത് സാധാരണ രീതി 45 ആവറേജ് എന്ന് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ എന്താ? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പറാണ് അല്ലേ. ടോട്ടൽ ബൈ നമ്പറാണ് ആവറേജ്. ടോട്ടൽ ബൈ നമ്പറാണ് ആവറേജ്. ഇവിടെ പറഞ്ഞേക്കുന്നത് 45 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 150 ആണ്. 45 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 150 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ആവറേജ് തന്നിട്ടുണ്ട് 150. ആവറേജ് 150 എന്ന് തന്നിട്ടുണ്ട്. നമ്പർ നമുക്കറിയാം 45 നമ്പറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ കിട്ടാനുള്ള എന്താ? ടോട്ടൽ. അപ്പം ടോട്ടൽ കണ്ടുപിടിച്ചേ. ടോട്ടൽ എന്ന് പറയുന്നത് 150 × 45 ആണ്. 150 × 45. ഓക്കെ. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് 6750 എന്ന് കിട്ടി. 6750 ഇതാണ് നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 150 ആവറേജ്, 45 നമ്പർ ഓഫ് 45 എന്ന് പറയുന്ന നമ്പറുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് 150 × 45 6750. ഈ 6750 ടോട്ടൽ കിട്ടിയത് എപ്പോഴാണ്? 46-ന് പകരം 91 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? ടോട്ടൽ 6750 കിട്ടിയത്. മനസ്സിലായോ? 46-ൻ്റെ സ്ഥാനത്ത് 91 വെച്ച് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 6750 എന്ന് കിട്ടിയത്. ഇനി എന്താ നമുക്ക് മനസ്സിലായി? ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് 46-ന് പകരമാണ് 91 എഴുതി വെച്ചത്. 46-ന് പകരം എത്ര എന്ന് എഴുതി വെച്ചു? നമ്മൾ 91 എഴുതി വെച്ചു. എന്ന് വെച്ചാൽ അധികം എത്ര എഴുതി? 46 ആയിരുന്നു അവിടെ എഴുതേണ്ടത്, പകരം 91 എഴുതി. എന്ന് വെച്ചാൽ അധികം എത്ര കിട്ടി? 91-ൽ നിന്ന് 46 മൈനസ് ചെയ്ത് നോക്കിയേ. 46 മൈനസ് ചെയ്ത് നോക്കിയേ. 45 അധികം എഴുതി. 45 അധികം എഴുതി അല്ലേ. 46 ആയിരുന്നു എഴുതേണ്ടത്. അതിൻ്റെ കൂടെ 45 അധികവും കൂടെ വെച്ച് 91 എഴുതി. എന്ന് വെച്ചാൽ 45 അധികം എഴുതിയത്. ആ 45 എന്ത് ചെയ്യുക? 6750-ൽ നിന്നും കുറയ്ക്കുക. 6750-ൽ നിന്നും ഈ 45-നെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 6705 എന്ന് കിട്ടും. ഇതായിരുന്നു നമുക്ക് ടോട്ടൽ കിട്ടേണ്ടിയിരുന്നത്. ഇതായിരുന്നു കറക്റ്റ് നമ്മുടെ ടോട്ടൽ. പക്ഷേ 91 വെച്ച് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 6750 എന്ന് ടോട്ടൽ പോയത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? കറക്റ്റ് ടോട്ടൽ 6705 നമ്മുടെ കറക്റ്റ് ടോട്ടൽ. ഇത് വെച്ചുള്ള ആവറേജ് കണ്ടുപിടിച്ചേ. ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ അല്ലേ. ടോട്ടൽ ഇവിടെ എത്ര കിട്ടി? 6705 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ നമ്പർ എത്രയാണ് ഇവിടെ? 45 അല്ലേ. 45 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 149 എന്ന് കിട്ടും. 149 ഓപ്ഷൻ. മനസ്സിലായോ പറഞ്ഞത്? എന്താ ചെയ്തത്? ആവറേജ് തന്നിട്ടുണ്ട്, നമ്പരും തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? ടോട്ടൽ കണ്ടുപിടിച്ചു. ടോട്ടൽ കണ്ടുപിടിച്ചപ്പം 6750 എന്ന് ടോട്ടൽ കിട്ടി. അതായത് നമുക്ക് തെറ്റ് പറ്റിയുണ്ടല്ലോ, 91 വെച്ച് ആഡ് ചെയ്തപ്പോഴാണ് 6750 കിട്ടിയത്. നമുക്ക് തിരുത്തേണ്ട എന്താ? ഈ 91-ന് പകരം എന്ത് ചെയ്യണം? അവിടെ 46 കൂട്ടിച്ചേർക്കണം അല്ലേ. 91-ന് പകരം 46 ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 91-ൽ നിന്നും 45 അങ്ങ് മൈനസ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഈ ആകെ കിട്ടിയ ടോട്ടലിൽ നിന്നും
45 ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാം 46. ഓക്കെ ആണോ? പറഞ്ഞ് മനസ്സിലായോ? അന്നേരം നമുക്കൊരു ടോട്ടൽ കിട്ടി 6705. 91 വരെ 46 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6705 എന്ന് കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പുതിയ ആവറേജ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. നമ്പറിന് ചേഞ്ച് ഒന്നുമില്ല, ടോട്ടലിന് മാത്രമേ ചേഞ്ച് സംഭവിച്ചോളൂ. നമ്മൾ ആൻസർ കിട്ടി 149. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ദേ ഈ കണക്കിന് മറ്റൊരു രീതിയിലും കൂടെ നമ്മൾ ചെയ്തു നോക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ ചെയ്യുക. എന്താണ് ആവറേജ്? അടുത്തൊരു ആവറേജ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മളൊരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്, കുറേ കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്. ഓക്കെ, ഈ കുട്ടികളെ എല്ലാവരുടെ കയ്യിൽ നിന്നും നമ്മൾ പറയുകയാണ് നാളെ എല്ലാവരും മുട്ടായി കൊണ്ടുവരണം എന്ന് പറയുന്നു. നാളെ എല്ലാവരും എന്ത് ചെയ്തു? മുട്ടായി കൊണ്ടുവന്നു. ഓരോരുത്തരും കൊണ്ടുവന്ന മുട്ടായിയുടെ എണ്ണം ഡിഫറൻ്റ് ആയിരിക്കും. ആദ്യത്തെ ആൾ 8 മുട്ടായി കൊണ്ടുവന്നിരിക്കട്ടെ, രണ്ടാമത്തെ ആൾ 5, ചിലവർ 2, ചിലവർ 1, അല്ലേ? അങ്ങനെ ഡിഫറൻറ്റ് നമ്പേഴ്സ് ആയിരിക്കും മുട്ടായികൾ കൊണ്ടുവരുന്നത്. ഡിഫറൻറ്റ് നമ്പേഴ്സ് മുട്ടായികൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. മനസ്സിലായോ? ഇവിടെ ഈ ക്ലാസ്സിലൊരു 10 കുട്ടികളുണ്ടെങ്കിൽ അവർ 10 പേരും കൊണ്ടുവരുന്ന പല എണ്ണത്തിലെ മുട്ടായികളായിരിക്കും, അല്ലേ? പലരും പല എണ്ണം മുട്ടായികൾ കൊണ്ടുവരും. കാരണം നമ്മൾ പറഞ്ഞിട്ടില്ല ഇത്ര മുട്ടായി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടില്ല. പലരും എന്ത് ചെയ്യും? ഡിഫറൻറ്റ് എണ്ണത്തിലുള്ള മുട്ടായികൾ കൊണ്ടുവരും. ചിലർ 8 കൊണ്ടുവരും, 5 കൊണ്ടുവരും, 2 കൊണ്ടുവരും, 1 കൊണ്ടുവരും, അല്ലേ? ഒന്നും കൊണ്ടുവരാത്തവരും കാണും. അങ്ങനെ കുട്ടികളെല്ലാവരും കൊണ്ടുവന്നു കഴിഞ്ഞ് ഈ 10 കുട്ടികളുടെ മിഠായി നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. 10 കുട്ടികൾ കൊണ്ടുവന്ന മിഠായി നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്തിട്ട് ഈ കളക്ട് ചെയ്ത മുട്ടായിയെ, ഉദാഹരണം കളക്ട് ചെയ്തപ്പോൾ നമുക്ക് 100 എന്ന് കിട്ടി, 100 മിഠായി കിട്ടി. ഈ 10 പേരിൽ നിന്നും കളക്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 100 മിഠായി കിട്ടി. 100 മിഠായി നമുക്ക് കിട്ടി. മനസ്സിലായോ? കുട്ടികൾ കൊണ്ടുവന്ന മിഠായിയുടെ എണ്ണം ഓരോരുത്തരും കൊണ്ടുവന്നത് ഡിഫറൻ്റ് ആണ് എന്ന് വെച്ച് നമ്മളെന്ത് ചെയ്തു? എന്നിട്ടെന്ത് ഡിഫറൻ്റ് ആണ്. നമ്മളെന്ത് ചെയ്തു? ഈ മിഠായികളെല്ലാം കൂടെ കളക്ട് ചെയ്തപ്പോൾ 100 മിഠായി ഉണ്ടായിരുന്നു. ഈ 100 മിഠായിയെ ഞാൻ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ 100 മിഠായിയെ ഞാൻ 10 പേരാണല്ലോ ക്ലാസ്സിലുണ്ടത്, 10 പേർക്കും തുല്യമായിട്ട് വീതിക്കുന്നു. 100 മിഠായി എന്ത് ചെയ്തു? 10 പേർക്കും തുല്യമായിട്ട് വീതിക്കുകയാണെങ്കിൽ എനിക്ക് അറിയാം ഓരോരുത്തർക്കും എത്ര മിഠായി വീതം കിട്ടും? 10 മിഠായി വീതം കിട്ടും. ഓരോരുത്തർക്കും 10 മിഠായി വീതം കിട്ടും. മനസ്സിലായോ? അവർ കൊണ്ടുവന്നത് ഡിഫറൻറ്റ് എണ്ണം മിഠായി ആയിരുന്നു. പക്ഷെ ഞാനത് പങ്കുവെച്ചപ്പോൾ ഓരോരുത്തർക്കും എന്ത് കിട്ടി? 10 മിഠായികൾ വീതം കിട്ടി. ഇതാണ് ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ആവറേജ് കൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലായോ? എന്താ പറഞ്ഞത്? നമ്മൾ ഫുള്ള് കളക്ട് ചെയ്തതിന് ശേഷം ഇത് തുല്യമായിട്ട് 10 പേർക്ക് വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് തുല്യമായിരിക്കും, അല്ലേ? എല്ലാ കുട്ടികൾക്കും ഈക്വലായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും 10 മിഠായി വീതം കിട്ടും. എല്ലാവർക്കും 10 മിഠായി വീതം കിട്ടും. ഇതാണ് ആവറേജ്. നമുക്ക് കിട്ടുന്നതിന് എത്ര പേരുണ്ടോ അത്രയും പേർക്ക് തുല്യമായിട്ട് വീതിക്കുന്നു. ഇവിടെ നോക്കിയേ, 45 നമ്പേഴ്സിൻ്റെ ശരാശരി 150 ആണെന്ന് പറഞ്ഞു, അല്ലേ? 45 നമ്പേഴ്സിൻ്റെ ശരാശരി 150 എന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ 45 പേർക്കും എത്ര എണ്ണം വീതമുണ്ട്? 150 വീതമുണ്ട്. 45 പേർക്കും എത്ര വീതമുണ്ട്? 150 വീതമുണ്ട് എന്നാണ് അർത്ഥം. 45 പേർക്കും എന്തുണ്ട്? 150 വീതമുണ്ട്. ഇതാണ് ഈ 45 നമ്പേഴ്സിൻ്റെ ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ നമ്പർ എടുത്താലും അതിൻ്റെ വാല്യൂ 150 ആയിരിക്കും. 150. ഓക്കെ, ഇനി എന്താ മനസ്സിലായത്? ആവറേജ് കണ്ടുപിടിച്ചതിന് ശേഷം മനസ്സിലായി 46-ന് പകരം 91 എന്നാണ് എഴുതിയേക്കുന്നത്. 46-ന് പകരം 91 എന്നാണ് എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ അധികം എത്ര എഴുതി? 91 - 46 അധികം 45 എഴുതി, അല്ലേ? അധികം എക്സ്ട്രാ ഇവിടെ എത്ര കിടപ്പുണ്ട്? 45 കിടപ്പുണ്ട്. ഈ 45 പേരിലും 45 എണ്ണം എന്ത് ചെയ്തു? അധികം കിടപ്പുണ്ട്. 45 പേരിലും 45 എണ്ണം അധികം കിടപ്പുണ്ട്, അല്ലേ? അധികം റോങ് ആയിട്ട് എത്ര കയറിയത്? 45 കയറിയത്. കാരണം 46 എഴുതേണ്ടടുത്ത് നമ്മൾ എത്ര എഴുതി? 91 എന്ന് എഴുതി. എന്ന് വെച്ചാൽ 45 അധികം എഴുതി. ഈ 45 പേരിലായിട്ട് കിടക്കുകയാണ്. 45 പേരിലായിട്ട് എന്ത് കിടക്കുകയാണ്? 45 എണ്ണം കിടക്കുക. ഇവരിൽ ഓരോരുത്തരിൽ നിന്നും ഓരോന്നിനെ ഇനി പിടിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരിൽ നിന്നും ഓരോന്നിനെ ഇനി എടുക്കണം. ഓരോന്നിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം കിട്ടും? 45 എണ്ണം കിട്ടത്തില്ലേ? എല്ലാവരിൽ നിന്നും ഓരോന്നിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 45 എണ്ണം കിട്ടത്തില്ലേ? അപ്പോൾ ആ 45 എണ്ണം എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ റിലീസ് ചെയ്ത് കളയാം. 45 ഇവിടുന്ന് പോകേണ്ടത്. അധികമായിട്ട് കയറിയത് 45. ഈ 45-നെ എന്ത് ചെയ്യുക? എല്ലാവരുടെ കയ്യിൽ നിന്നും ഓരോന്ന് മേടിച്ച് കളയുക, റിലീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര അവശേഷിക്കും? ഓരോരുത്തരുടെ കയ്യിലും 149 എണ്ണം വീതം അവശേഷിക്കും. 149 വീതം അവശേഷിക്കും. ഓരോരുത്തരുടെ കയ്യിലും 149 അവശേഷിക്കും.
പറഞ്ഞ മനസ്സിലായോ? 46 പകരം 91 എഴുതി എന്ന് വെച്ചാൽ 45 നമ്മൾ അധികം എഴുതി, 45 അധികം എഴുതി. 45 പേർക്കുമാണ് വീതിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരുടെ കയ്യിൽ നിന്നും ഓരോന്നിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? എല്ലാവരുടെ നിന്നും ഓരോന്ന് എടുത്ത് എന്ന് വെച്ചാൽ 45 പേരിൽ നിന്ന് നമുക്ക് എത്ര കിട്ടി? 45 കിട്ടി. അധികമുള്ള 45 കിട്ടി. ആ 45 അങ്ങ് ഒഴിവാക്കുക. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും എത്ര എണ്ണം വീതമുണ്ട്? 149 എണ്ണം വീതമുണ്ട്. അതാണ് കറക്റ്റ് ശരാശരി 3. പറഞ്ഞ് മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 trains are going from Bangalore to Chennai with a speed of 80 km per hour and 100 km per hour. If the train with the slower speed starts 1 hour before, then find the time taken by the second train to catch the first. എന്താ പറഞ്ഞേക്കുന്നത്? ദേ 2 ട്രെയിൻ, എ എന്നും ബി എന്നും പറയുന്ന 2 ട്രെയിൻ. ഓക്കെ, എ ബി. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 2 ട്രെയിൻ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? ബാംഗ്ലൂർ ടു ചെന്നൈ പോകുന്നു. ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്നു. ഒരാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 80 km/h ആണ്. 80 km/h എന്താണ് സ്പീഡ്? 1 മണിക്കൂർ കൊണ്ട് ഈ ട്രെയിൻ എത്തുന്ന ദൂരം എന്ന് പറയുന്നത് 80 km ആണ്. 1 മണിക്കൂർ കൊണ്ട് ഈ ട്രെയിൻ എത്ര ദൂരം എത്തും? 80 km സഞ്ചരിക്കും. 1 മണിക്കൂറിൽ 80 km സഞ്ചരിക്കും. അതാണ് 80 km/h. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 100 km/h ആയിരിക്കും. രണ്ടാമത്തെ സ്പീഡ് എന്ന് പറയുന്നത് 100 km/h ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ട്രെയിൻ ബി എന്ന് പറയുന്ന ട്രെയിൻ 1 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 1 മണിക്കൂർ കൊണ്ട് 100 km സഞ്ചരിക്കും. 1 മണിക്കൂർ കൊണ്ട് 100 km സഞ്ചരിക്കും. അപ്പോൾ സ്പീഡ് ആർക്കാ? ബിക്കാണ് സ്പീഡ് കൂടുതൽ, അല്ലേ? ബിക്ക് സ്പീഡ് കൂടുതലായിരിക്കും. ഇനി എന്താ പറയുന്നത്? ഇഫ് ദ ട്രെയിൻ വിത്ത് സ്ലോവർ സ്പീഡ്, ഈ സ്പീഡ് കുറഞ്ഞ ട്രെയിൻ ഉണ്ടല്ലോ എ എന്ന് പറയുന്നത്, ആ സ്പീഡ് സ്റ്റാർട്ട്സ് 1 hour ബിഫോർ, ദെൻ ഫൈൻഡ് ദ ടൈം ടേക്കൺ. 1 hour ബിഫോർ എന്ത് ചെയ്തു? ഈ എ എന്ന് പറയുന്ന ട്രെയിൻ രണ്ടും ഒരേ സമയത്ത് പുറപ്പെടുന്ന ട്രെയിൻ ആയിരുന്നു. പക്ഷേ എക്ക് സ്പീഡ് കുറവായതുകൊണ്ട് എ എന്ത് ചെയ്തു? 1 മണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. 1 മണിക്കൂർ മുമ്പേ എന്ത് ചെയ്തു? ട്രെയിൻ അങ്ങ് പോയി. ആ 1 മണിക്കൂർ കഴിഞ്ഞാണ് ബി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനാണെങ്കിൽ 2 ട്രെയിനും കൂടി എവിടെ വെച്ച് കൂട്ടിമുട്ടും? 2 ട്രെയിനും കൂടെ എവിടെ വെച്ച് കണ്ടുമുട്ടും? അല്ലെങ്കിൽ പറയാം ടൈം ടേക്കൺ ടു ബൈ ദ സെക്കൻഡ് ട്രെയിൻ ടു ക്യാച്ച് ദ ഫസ്റ്റ് ട്രെയിൻ. ആദ്യമേ പുറപ്പെട്ട ട്രെയിൻ ഉണ്ടല്ലോ, ആദ്യമേ എ എന്ന് പറയുന്ന ട്രെയിൻ 1 മണിക്കൂർ മുമ്പ് പുറപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? ആ ട്രെയിനെ എവിടെ വെച്ച്, അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ബിക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? എയും ബി എന്ന് പറഞ്ഞ 2 ട്രെയിനുണ്ട്. എക്ക് 80 km/h സ്പീഡും ബിക്ക് 100 km/h സ്പീഡുമാണ് ഉള്ളത്. എന്ന് വെച്ചാൽ സ്പീഡ് കുറഞ്ഞ എ എന്ന് പറയുന്ന ട്രെയിൻ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടും. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന ട്രെയിൻ എവിടെ വെച്ച് എയെ ക്യാച്ച് ചെയ്യും? പിടിക്കും. ഓക്കെ ആണോ? അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ പിടിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സിമ്പിൾ മെത്തേഡാണ്. 1-2 സ്റ്റെപ്പേ ഉള്ളൂ. സിമ്പിൾ സ്റ്റെപ്പാണ്. അതേ നോക്കിക്കോണം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈം ഇൻറ്റു സ്പീഡാണ്, അല്ലേ? ടൈം ഇൻറ്റു സ്പീഡിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടൈം ഇൻറ്റു സ്പീഡ്. ഇനി ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ദേ ഇവിടെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? 80 km/h. കിലോമീറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു. ഹവർ എന്തിനെ സൂചിപ്പിക്കുന്നു? ടൈമിനെ സൂചിപ്പിക്കുന്നു, അല്ലേ? d/t എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താ? സ്പീഡ് ഈക്വൽ ടു d/t ആണ്. സ്പീഡ് ഈക്വൽ ടു d/t, അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു s/t ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതിനുശേഷം ദേ ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പീഡ് ഓഫ് ട്രെയിൻ. 2 പേരുടെയും സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 80ഉം 100ഉമാണ്. 2 പേരുടെയും സ്പീഡ് എത്രയാണ്? 80ഉം 100ഉം വീതമാണ്. എ എന്ന് പറയുന്ന ട്രെയിൻ 1 മണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. അതായത് ആ 1 മണിക്കൂർ കൊണ്ട് എ എന്ന് പറയുന്ന ട്രെയിൻ എത്ര ദൂരം സഞ്ചരിക്കും? നമ്മളിവിടെ പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് എ എന്ന് പറയുന്ന ട്രെയിൻ 80 km സഞ്ചരിക്കും. 1 മണിക്കൂർ കൊണ്ട് എ എന്ന് പറയുന്ന ട്രെയിൻ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 80 km സഞ്ചരിക്കും. എ എന്ന് പറയുന്ന ട്രെയിൻ 1 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം കവർ ചെയ്യും? 80 km കവർ ചെയ്യും എന്ന് പറഞ്ഞു, അല്ലേ? ഇനി ഇവിടുത്തെ സ്പീഡ് തമ്മിൽ മൈനസ് ചെയ്യണം. ദേ സ്പീഡ് കൂടിയ ആളിൽ നിന്നും 100ൽ നിന്നും ഈ 80 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 100 - 80 സ്പീഡ് തമ്മിൽ എന്ത് ചെയ്തു? നമ്മൾ മൈനസ് ചെയ്തു. 20 എന്ന് കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ 20 എന്നുള്ളത് നമ്മുടെ സ്പീഡാണ്. സ്പീഡ് കിട്ടി 20 സ്പീഡ് കിട്ടി. ദേ നോക്കിയേ, 1 മണിക്കൂർ കൊണ്ട് 80 km സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് 80 km സഞ്ചരിച്ചു. ആ 80 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ സ്പീഡ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് റിലേറ്റീവ് സ്പീഡ് എന്ന് വിളിക്കാം. ഈ റിലേറ്റീവ് സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. 4 മണിക്കൂർ കൊണ്ട് അതിനെ ക്യാച്ച് ചെയ്യും. സിമ്പിൾ അല്ലേ?
എന്താ പറഞ്ഞത്? ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്രയും ഡീറ്റെയിൽ പറഞ്ഞത്. പിന്നീട് എന്താ പറഞ്ഞേക്കുന്നത്? ഇവരുടെ സ്പീഡ് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, രണ്ട് ട്രെയിനിൻ്റെ സ്പീഡ് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, 100 - 80. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ രണ്ട് ട്രെയിനിൻ്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 100 80 അല്ലേ. ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, 100 - 80 20 km/h. ഇതാണ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്, 20 km/h. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ ട്രെയിൻ എന്ന് വെച്ചാൽ പതുക്കെ പോകുന്ന ട്രെയിൻ 1 മണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്ന് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് ആ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിക്കും? 80 കിലോമീറ്റർ സഞ്ചരിക്കും അല്ലേ. 1 മണിക്കൂർ കൊണ്ട് 80 കിലോമീറ്റർ അതെന്ത് ചെയ്യും? സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താ? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ ആണ് അത് സഞ്ചരിച്ച 1 മണിക്കൂർ കൊണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് എത്രയാ? 20 ആണ്. ആൻസർ കിട്ടും 4 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത്ര സിമ്പിളായിരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് അത്രയും ടൈം എടുക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എ ബി and C can do a piece of work 5 days, B, C and D can do the same work in 10 days, C, D, A can do the same work in 15 days, D, A and B can do the same work in 30 days. Find the time taken by A plus B plus C plus D. ക്വസ്റ്റ്യൻ നോക്കിയേ. എയും ബിയും സിയും കൂടെ ഒരു ജോലി ചെയ്യാൻ 5 ദിവസം എടുക്കും. എയും ബിയും സിയും കൂടെ ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 5 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവർ 3 പേരും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്ന 1/5 ആയിരിക്കും അല്ലേ. 1/5. മനസ്സിലായോ? ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ 1/5 ആണ്. അടുത്ത് നോക്കിയേ. ബിയും സിയും ഡിയും കൂടെ ഈ സെയിം ജോലി ചെയ്യാൻ 10 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബിയും സിയും ഡിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/10 ആണ്. അടുത്ത് നോക്കിയാൽ സിയും ഡിയും എയും കൂടെ ഇതേ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 15 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവർ 3 പേരും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്ന 1/15 ആയിരിക്കും. ഇനി ഡിയും എയും ബിയും കൂടെ ഈ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. അതായത് നമുക്ക് പറയാം ഇവർ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്ന 1/30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും ഡിയും കൂടെ ചേർന്നാൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ പറഞ്ഞത്? ആദ്യം ഓരോരുത്തരും ചെയ്ത ജോലി നമുക്ക് കിട്ടി. അവർ ഒരു ദിവസം എത്ര ജോലി ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1/5 എന്ന് എടുക്കണം അല്ലേ. അത് നമുക്ക് നേരത്തെ അറിയാം. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1/5 തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ദിവസം 1/5 ജോലി ചെയ്യുമെങ്കിൽ, ഇത് ഓർത്ത് വെച്ചേക്കണേ, അവരൊരു ദിവസം 1/5 ജോലി ചെയ്യുമെങ്കിൽ അവർ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 5 ദിവസം കൊണ്ട് തീർക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതല്ലേ ഈ പറഞ്ഞേക്കുന്നത്? 5 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണെങ്കിൽ ഒരു ദിവസം അവർ 1/5 ചെയ്യും. 10 ദിവസം ചെയ്യുന്ന ജോലിയാണെങ്കിൽ അവർ ഒരു ദിവസം 1/10 ചെയ്യും. 15 ദിവസമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർ ഒരു ദിവസം 1/15 ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് പറയാമല്ലോ, ഒരു ദിവസം അവർ 1/5 ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അവർ ആകെ ചെയ്യുന്ന ജോലി കിട്ടും 5. 1/10 ആണ് ഒരു ദിവസം അവർ ചെയ്യുന്നതെങ്കിൽ ആകെ ചെയ്യുന്ന ജോലി കിട്ടാൻ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 10 കിട്ടും. ഓക്കെ ആണല്ലോ? അതൊന്ന് മൈൻഡിൽ വെച്ചേക്കണേ. ഇത് നമുക്കിനി ചെയ്യാം. നോക്കിയേ, ഓരോരുത്തരും ഓരോ ദിവസം ചെയ്യുന്ന ജോലി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഓരോ ദിവസം അവർ ചെയ്യുന്ന ജോലി. അങ്ങനെയാണെങ്കിൽ ഇവർ ഇത്രയും പേരും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ ഈ 4 ടീമും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 4 പേരും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ എത്ര ജോലി ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കും നമ്മളിത്? എ പ്ലസ് ആരൊക്കെ ഒന്നിക്കുന്നത്? എ പ്ലസ് ബി പ്ലസ് സി. ഒന്നാമത്തെ ടീമിലെ എയും ബിയും സിയും. അവരുടെ കൂടെ ആര് ചേരുന്നു? രണ്ടാമത്തെ ടീം ചേരുന്നു, ബി സി ഡി. ഇവർ 3 പേരും കൂടെ ചേരുന്നു. അതിൻ്റെ കൂടെ ആര് ചേർന്നു? മൂന്നാമത്തെ ടീമായ സി ഡി എ ചേർന്നു. നാലാമത്തെ ടീമായ ഡി എ ബി ചേർന്നു അല്ലേ. ഡിയും എയും ബിയും കൂടെ ചേർന്നു. ഇവർ ഇത്രയും പേരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്തു? ജോലി ചെയ്തു. ഒരു ദിവസം അവർ ഓരോരുത്തരും ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ 1/5 ആണ്. പ്ലസ് അടുത്ത ടീം 1/10 പ്ലസ് 1/15 പ്ലസ് 1/30 ആണ്. കണ്ടോ? അവർ ഒരു ദിവസം ചെയ്ത ജോലി ഇത്രയാണ്. മനസ്സിലായോ? കണ്ടുപിടിച്ചേ. ഒരു ദിവസം അവർ ചെയ്ത ജോലി എന്ന് പറയുന്നത്. ഇപ്പുറത്തെ സൈഡ് നോക്കിയേ. ഒരു എ ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ എ, മൂന്നാമത്തെ എ. 3A ഈക്വൽ ടു 3A പ്ലസ് അടുത്ത് നോക്കിയേ 1 2 3 3B ഉണ്ടല്ലേ. 3B പ്ലസ് 3C ഉണ്ട്
പ്ലസ് 3D ഉണ്ട് അല്ലേ. ഇപ്പുറത്തെ സൈഡിൽ നമ്മളെല്ലാം കൂടെ കൂട്ടി ഈക്വൽ ടു 1/5 പ്ലസ് 1/10 പ്ലസ് 1/15 പ്ലസ് 1/30. ഇത് ഇത്രയും ഫ്രാക്ഷനാണ് അല്ലേ, 4 ഫ്രാക്ഷനാണ്. ഈ 4 ഫ്രാക്ഷൻ കൂട്ടാൻ തരുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിൻ്റെയും LCM കാണുക, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും LCM കണ്ടിട്ട് അതിനെ കൊണ്ട് ഗുണിക്കുക, LCM കണ്ട് ഗുണിക്കുക അല്ലേ. LCM കാണാം, ഇതേ നോക്കി 5, 10, 15, 30. LCM എത്ര? 30 ആയിരിക്കും അല്ലേ, വലിയ സംഖ്യ ആയിരിക്കും. കാരണം 30നെ കൊണ്ട് നമുക്ക് 5നെ ഗുണിക്കാം, 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 30നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 30നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് LCM എന്ന് പറയുന്നത് 30 ആണ്. ആ 30നെ ഓരോ നമ്പർ കൊണ്ടും ഗുണിച്ച് നോക്കിയേ, 30നെ ഓരോ നമ്പർ കൊണ്ടും ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? LCM എത്ര? 30 ആണല്ലേ. അതുകൊണ്ട് നമുക്ക് ഓൾ ഡിവൈഡ് ബൈ 30 എന്ന് എടുക്കാം. ഓൾ ഡിവൈഡ് ബൈ 30 ആണല്ലോ LCM. 30 LCM കണ്ടു. ഇനി എന്ത് ചെയ്യണം? എല്ലാവരെയും 30 കൊണ്ട് ഗുണിക്കണം. 1/5 × 30, 1/5 × 30 എത്ര കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും അല്ലേ. 6 പ്ലസ് 1/10 × 30 ആൻസർ 3 എന്ന് കിട്ടും. പ്ലസ് 1/15 × 30 ആൻസർ 2 എന്ന് കിട്ടും. 1/30 × 30 ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 6 + 3 9, 9 + 1 10, 10 + 2 12, 12 ഡിവൈഡ് ബൈ 30 ആൻസർ 2/5 എന്ന് കിട്ടും. 2/5. ഓക്കെ, അപ്പം 3A + 3B + 3C + 3D എന്ന് പറയുന്നത് 2/5 എന്ന് കിട്ടി. മനസ്സിലായോ? അവർ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എത്ര കിട്ടി? 2/5 കിട്ടി. 3A 3B 3C 3D ഇവർ ഇത്രയും പേരും കൂടെ ചെയ്യുന്ന ജോലി ഒരു ദിവസം എന്ന് പറയുന്നത് 2/5 ആണ്. നമ്മൾ ഇനി അത് ഇത്രയും കൂടെ ഞാനൊന്ന് എഴുതുവാണേ. എന്താ പറഞ്ഞേക്കുന്നത്? 3Aയും 3Bയും 3Cയും 3Dയും ഇത് ഇത്രയും കൂടെ നമുക്ക് ആഡ് ചെയ്തപ്പോൾ ഒരു ദിവസം ചെയ്ത ജോലി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 2/5 ആണ് ഒരു ദിവസം ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് 3 ഇനി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാലോ A + B + C + D ഈക്വൽ ടു 2/5. 3 എന്ത് ചെയ്യുന്നു? ഇവിടെ ഗുണിച്ചിരിക്കുന്ന 3 ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവന്നു ഡിവിഷൻ നടത്തുന്നു, 1/3 എന്നായി അല്ലേ. നമുക്ക് ആൻസർ 2/15 എന്ന് കിട്ടും. 2/15 എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും സിയും ഡിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് 2/15. എയും ബിയും സിയും ഡിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് 2/15 എങ്കിൽ മുമ്പേ നമ്മൾ പറഞ്ഞു എയും ബിയും സിയും കൂടെ 5 ദിവസം ചെയ്യുന്ന ജോലി, 5 ദിവസം തീർക്കുന്നൊരു ജോലി ഒരു ദിവസം അവർ ചെയ്യാനെടുക്കുന്നത് എത്രയായിരിക്കും? 1/5 ആയിരിക്കും. ഒരു ദിവസം അവർ 1/5 ജോലി ചെയ്യുമെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും? അവർ 5 ദിവസം കൊണ്ട് തീർക്കും അല്ലേ. നേരെ റെസിപ്രോക്കൽ എടുത്ത് കഴിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാം ഒരു ദിവസം 2/5 ജോലി തീർക്കുമെങ്കിൽ ഈ ജോലി മൊത്തത്തിൽ തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും 5/2 ആയിരിക്കും. 15/2 ആയിരിക്കും. 15/2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും സിയും ഡിയും കൂടെ ചേർന്ന് ഈ ജോലി ചെയ്യാൻ എടുക്കുന്ന ആകെ സമയം എന്ന് പറയുന്നത് 15/2 ആയിരിക്കും. 15/2 ആയിരിക്കും ഈക്വൽ ടു 7.5. ഓക്കെ ആണോ? ഓപ്ഷൻ 4 വളരെ സിമ്പിൾ അല്ലേ. എന്താ സംഭവം? ഒരു ദിവസം അവർ ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഓരോരുത്തരും ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കുക, ഓരോ ടീമും ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കുക, അത് മൊത്തം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 7.5 എന്ന് കിട്ടും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യ ചോദ്യം ചെയ്തപ്പോൾ ഒരു എളുപ്പ വഴി ചെയ്തായിരുന്നു. ആ എളുപ്പ വഴി വെച്ചായിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയേനെ. ഇതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ വേയിൽ കൂടെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. നമ്മൾ പഠിച്ചൊരു സാധനം നല്ല ഉറപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If cost price of 5 articles is equal to selling price of 8 articles, then find the profit or loss percentage. എന്താ പറഞ്ഞിരിക്കുന്നത്? 5 സാധനം വാങ്ങിയ വില 8 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ 5 സാധനങ്ങൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 8 സാധനങ്ങൾ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ഇവിടെ ലാഭമാണോ നഷ്ടമാണോ, അത് എത്ര പെർസെൻറ്റേജ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ലാഭമാണോ നഷ്ടമാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് എത്ര ശതമാനം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മോഡലിനകത്ത് ഇത് നമ്മൾ ലാഭനഷ്ട കണക്കിനകത്ത് പഠിച്ച ഒരു മോഡലാണ്. ആ മോഡലിനകത്ത് അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് ഇതേ നോക്കിയേ. ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില വിറ്റ വില ഈക്വൽ ആണെങ്കിൽ, ഒരു സാധനത്തിൻ്റെ വാങ്ങിയ വില വിറ്റ വിലയ്ക്ക് തുല്യമായാൽ അവിടെ ഉണ്ടാകുന്നത് നോക്കാം. ഓക്കെ, ഇവിടുത്തെ നോക്കിയാൽ 5 സാധനങ്ങൾ
5 സാധനങ്ങൾ വാങ്ങി വില 8 സാധനങ്ങൾ കൊടുത്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? നമ്മൾ 5 മാങ്ങ വാങ്ങി, 5 മാങ്ങ വാങ്ങിയ കാശ് കിട്ടിയത് 8 മാങ്ങ കൊടുത്തപ്പോഴാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരുന്ന 3 മാങ്ങയും കൂടെ കൊടുത്തപ്പോഴാണ് 8 മാങ്ങ ആയത്. അതായത് നമുക്കിവിടെ ലോസ് ആണ് ഉണ്ടായത് അല്ലേ. 5 മാങ്ങ വാങ്ങിയ കാശ് 8 മാങ്ങ വിറ്റപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അതായത് നമുക്കിവിടെ ലോസ് ആണ് കിട്ടിയത് അല്ലേ. ലോസ് ആണെങ്കിൽ നമുക്ക് ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു ആദ്യം നമ്മളിത് ഇവിടെ 5ഉം 8ഉം അല്ലേ പറഞ്ഞേക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം കാണണം. 8 മൈനസ് 5 എത്ര കിട്ടും? 3. 8 മൈനസ് 5 3. ഇനി നമ്മൾ എത്ര സാധനമാണ് വിറ്റത്? എത്ര സാധനമാണ് നമ്മൾ വിറ്റത്? 8 സാധനമാണ് വിറ്റത് അല്ലേ. എത്ര സാധനമാണ് വിറ്റത്? 8 സാധനം വിറ്റതാണ് നമ്മുടെ 8 സാധനം അല്ലേ. 8 സാധനം വിറ്റു ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താ നമ്മൾ ചെയ്തത്? ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്തു, ഡിവൈഡ് ബൈ വിറ്റ സാധനത്തിൻ്റെ എണ്ണം എടുത്തു, ഇൻറ്റു 100. ഓക്കെ ആണോ? അതെ, ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 കൊണ്ട് വെട്ടി നോക്കിയാൽ ഇവിടെ 4 കിട്ടും, ഇവിടെ എത്ര കിട്ടും? 50 കിട്ടും അല്ലേ. വീണ്ടും 4ഉം 50ആയിട്ട് വെട്ടി നോക്കിയാൽ ഇവിടെ 2 കിട്ടും, ഇവിടെ എത്ര കിട്ടും? നമുക്ക് 25 കിട്ടും അല്ലേ. 3 × 25 75 ഡിവൈഡ് ബൈ 2. 75 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും നമുക്ക്? ഓക്കെ, 75 ഡിവൈഡ് ബൈ 2 നമുക്ക് എത്ര കിട്ടും? 37.5% എന്ന് കിട്ടും. ഇവിടെ ലോസ് ആണ്, അതുകൊണ്ട് ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദേ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. പി പ്ലസ് ക്യൂ മീൻസ് പി മൈനസ് ക്യൂ എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്ലസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മൈനസ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്ലസ് എന്ന് വെച്ചാൽ മൈനസ് ആണ്. പി ഡിവൈഡ് ബൈ ക്യൂ മീൻസ് പി ഇൻറ്റു ക്യൂ എന്ന് വെച്ചാൽ ഡിവൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ആണ്. ഇനി ഇൻറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ആണ്, മൈനസ് എന്ന് വെച്ചാൽ ഡിവിഷൻ ആണ്. എങ്ങനെയാണെങ്കിൽ ദേ ഇവിടെ പറഞ്ഞേക്കുന്ന 5 × 32 മൈനസ് 16 ഡിവൈഡ് ബൈ 7 പ്ലസ് 19 എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ സൈനിന് പകരവും അവർ പറഞ്ഞേക്കുന്ന കോഡ് ഇട്ട് നോക്കാം. ദേ 5 ഇൻറ്റുവിന് പകരം എന്താ പറഞ്ഞേക്കുന്നത്? ഇൻറ്റു എന്ന് വെച്ചാൽ പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് 32 മൈനസ് എന്ന് വെച്ചാൽ ഡിവിഷൻ ആണ്, ഡിവൈഡഡ് ബൈ 16. ഇനി ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ആണ്, ഇൻറ്റു 7. അടുത്ത പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, മൈനസ് 19. അപ്പോൾ ഇവിടെ ഓരോ കോഡിന് പകരവും അവരെന്താണോ മീൻ ചെയ്തേക്കുന്നത് അത് നമ്മൾ എഴുതി അല്ലേ. ഇനി നോക്കിയേ, നമുക്കറിയാം ബോർഡ് മാസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അല്ലേ. ബോർഡ് മാസ് എന്താ? ബോർഡ് മാസ് ആദ്യം ചെയ്യേണ്ട ക്രിയ ഏതാണ്? ആദ്യം ചെയ്യേണ്ട ക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ആണ്. ഡിവിഷൻ 32 ഡിവൈഡ് ബൈ 16 അല്ലേ. 32 ഡിവൈഡ് ബൈ 16 ആൻസർ കിട്ടും 2 അല്ലേ. 2 ആൻസർ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു ചെയ്യണം അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 × 7 14. ഇനി അടുത്ത് എന്ത് ചെയ്യണം? അഡിഷൻ ചെയ്യണം അല്ലേ. 14 പ്ലസ് 5 19. ഇനി എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. 19 മൈനസ് 19 0. 19 മൈനസ് 19 0. ഓപ്ഷൻ 4. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ. ബോർഡ് മാസ്. അടുത്ത് നോക്കിയേ. എ സം ഓഫ് RS 10,000 amount to 12,200 in 2 years and RS 13,300 in 3 years at simple interest. Find the rate of interest. എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 10,000 രൂപ നമ്മൾ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് 12,200 രൂപ തിരിച്ച് കിട്ടി. 12,200 രൂപ തിരിച്ച് കിട്ടി. 10,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. 10,000 രൂപ 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് തിരിച്ച് എത്ര രൂപ കിട്ടി? 12,200 രൂപ കിട്ടി. അതായത് നമുക്ക് അധികമായിട്ട് കിട്ടിയത് 2,200 രൂപയാണ്. ഈ 2,200 രൂപയാണ് നമ്മുടെ പലിശ. 2,200 രൂപയാണ് നമ്മുടെ പലിശ അല്ലേ. 10,000 രൂപ ഇട്ടപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 12,200 രൂപ കിട്ടി. അതായത് 2,200 രൂപ നമ്മുടെ എന്താണ്? പലിശയാണ്. അടുത്തത് പറഞ്ഞേക്കുന്നത് എന്തുവാ? ഇതേ തുക ഈ 10,000 രൂപ നമ്മൾ 3 വർഷത്തേക്ക് ഇട്ടപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 13,300 രൂപ കിട്ടി. അതായത് അധികം വന്ന 3,300 രൂപയാണ് 3 വർഷത്തെ പലിശ. മനസ്സിലായോ? 2 വർഷത്തെ പലിശ 2,200 രൂപ, 3 വർഷത്തെ പലിശ 3,300 രൂപയാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ 2 രീതിയുണ്ട്. ഒന്ന് PNR ഡിവൈഡ് ബൈ 100 അല്ലേ. പി എന്ന് പറയുന്ന തുക എത്രയാണ്? പി എന്ന് പറയുന്നത് 10,000 രൂപയാണ്. നമ്മൾ എന്ത് ചെയ്തത്? 10,000 രൂപ
ഇൻവെസ്റ്റ് ചെയ്തു അല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? പലിശയാണ് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്, ആണ് കിട്ടുന്നത്. അപ്പം 10,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 6 അതേപോലെ എഴുതി. ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു, അത് ചെയ്തപ്പോൾ 2 വർഷത്തേക്കുള്ള പലിശ നമുക്ക് എത്ര രൂപ കിട്ടി? 2200 രൂപ പലിശ കിട്ടി. ഓക്കെ ആണോ? 0 ക്യാൻസൽ ചെയ്തു. 200 ഇൻറ്റു 6 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 200 ഇൻറ്റു 6 2200 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 ഈക്വൽ ടു എത്ര കിട്ടും? 2200 ഡിവൈഡഡ് ബൈ 200 എന്ന് ചെയ്യാം അല്ലേ. 0 ക്യാൻസൽ ചെയ്തു. 22 ഡിവൈഡ് ബൈ 2 ആൻസർ എത്ര കിട്ടും? 11 എന്ന് വെച്ചാൽ 11% പലിശ എന്ന് പറയുന്നത്. 11%. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? മനസ്സിലായോ? PNR ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്ന പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതിനകത്തിലോട്ട് നമ്മൾ വാല്യൂ ഇട്ട് നോക്കിയിട്ട് എന്ത് കണ്ടുപിടിക്കുന്നു? 6 കണ്ടുപിടിക്കുന്നു. ഓക്കെ ആണോ? ഒന്നാമത്തെ രീതി മനസ്സിലായോ? ഇനി നോക്കിയേ, 2 വർഷത്തേക്കുള്ള പലിശ 2200 രൂപയാണ്. 3 വർഷത്തേക്കുള്ള പലിശ 3300 രൂപയാണ്. മനസ്സിലായോ? 2 വർഷം ഇട്ടപ്പോൾ എനിക്ക് 2200 രൂപ കിട്ടി. 1 വർഷവും കൂടെ ഞാൻ ഇട്ടപ്പോൾ 3300 ആയി. അതിനർത്ഥം ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 3300 മൈനസ് 2200 ആണ് ഒരു വർഷത്തെ പലിശ അല്ലേ. ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 2200-ൻ്റെ കൂടെ ആ പലിശ കൂട്ടിയപ്പോൾ, ഒരു വർഷത്തെ പലിശ കൂട്ടിയപ്പോൾ എനിക്ക് 3300 രൂപ കിട്ടി. അതായത് ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടി? 1100 രൂപ. 1100 രൂപയാണ് എൻ്റെ ഒരു വർഷത്തെ പലിശ. ഒരു വർഷത്തെ പലിശ എന്ന് വെച്ചാൽ 1100. PNR ഡിവൈഡ് ബൈ 100 ഈ സെയിം ഇക്വേഷനകത്തിലോട്ട് നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നു. ഇൻട്രസ്റ്റ്. ഓക്കെ, P എന്ന് പറയുന്ന 10,000 ആണ്. P എന്ന് പറയുന്ന 10,000 ഇൻറ്റു N എന്ന് പറയുന്ന ഒരു വർഷത്തെ പലിശ 1100 രൂപയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച്. അങ്ങനെയാണെങ്കിൽ N ഇൻറ്റു 1 എന്ന് കൊടുക്കാം. 6 കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു ഇൻട്രസ്റ്റ് എത്ര? 1100. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 1100. 0 ക്യാൻസൽ ചെയ്തു. ദെൻ R ഈക്വൽ ടു 1100 ഡിവൈഡ് ബൈ 100. ഓക്കെ, ആൻസർ എത്ര കിട്ടും? 11 കിട്ടും. കണ്ടോ? 11%. ഓക്കെ ആണോ? ഒന്നെങ്കിൽ നമുക്ക് ഇത് രണ്ടും മൈനസ് ചെയ്തിട്ട് ഒരു വർഷത്തെ പലിശ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനകത്തിലെ 2 വർഷത്തെ പലിശ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 3 വർഷത്തെ പലിശ തന്നിട്ടുണ്ട്. ആ 3 വർഷത്തെ പലിശയോ 2 വർഷത്തെ പലിശയോ കാണുന്ന രീതിയിൽ നമുക്ക് PNR ഡിവൈഡ് ബൈ 100 ഇട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇൻ എ ഗിവൺ കോഡ് ഫോം കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ എന്താ? പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, ഇൻറ്റു എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, മൈനസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. എങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതി നോക്കിയേ. 49 മൈനസിന് പകരം എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 7. ഇൻറ്റുവിന് പകരം എന്ത് കൊടുക്കണം? പ്ലസ് കൊടുക്കണം അല്ലേ. +6 ഡിവൈഡിന് പകരം എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. ഇൻറ്റു 3 പ്ലസിന് പകരം എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. 20. നോക്കിയേ, ബോർഡ് മാസ് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും എഴുതി വെച്ചേക്കോ. ബോർഡ് മാസ് ആദ്യം ഡിവിഷൻ ചെയ്യണം അല്ലേ. 49 ഡിവൈഡ് ബൈ 7 എത്ര കിട്ടി? 7 കിട്ടി. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 6 ഇൻറ്റു 3 6 3 18. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. 7 + 18 18 7 25. 25 മൈനസ് 20 ആൻസർ കിട്ടും 5 എന്ന് കിട്ടും. ഓപ്ഷൻ 3. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് എ നമ്പർ ഈസ് ഇൻ ദ ഫോം 8⁻10 ഇൻറ്റു 9⁻7 ഇൻറ്റു 7⁻8 ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ദ ഗിവൺ നമ്പർ. നമ്പർ കൊടുത്തേക്കുന്നുണ്ടോ? 8⁻10 ഇൻറ്റു 9⁻7 ഇൻറ്റു 7⁻8. ഈ നമ്പറിനകത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ദേ സിമ്പിൾ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോ. അതെ, ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കോ. നോക്കിയേ, x⁻a ഇൻറ്റു y⁻b ഇൻറ്റു z⁻c ആണെങ്കിൽ x⁻a ഇൻറ്റു y⁻b ഇൻറ്റു z⁻c എന്ന നമ്പറിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് a+b+c ആണ്. a+b+c എന്ന് വെച്ചാൽ കൃതികൾ തമ്മിൽ അല്ലെങ്കിൽ പവേഴ്സ് തമ്മിൽ അങ്ങ് ആഡ് ചെയ്യുക. പക്ഷെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ എക്സും വൈയും ഇസഡ് എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ പവേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതി, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സിനെ കിട്ടും.
പക്ഷേ ഇവിടെ നോക്കിയേ, നമ്മുടെ നമ്പേഴ്സ് ആരൊക്കെയാണ്? 8, 9, 7 ആണ്. 8, 9, 7. 8 ഒരു പ്രൈം ഫാക്ടർ അല്ല, 9 എന്ന് പറയുന്ന പ്രൈം നമ്പർ അല്ല, 7 മാത്രമേ ഉള്ളൂ പ്രൈം നമ്പർ. അപ്പോൾ 8നെയും 9നെയും ഒരു പ്രൈം നമ്പറിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം 2ൻ്റെ ക്യൂബാണ്. 2ൻ്റെ ക്യൂബാണ് 8. കണ്ടോ, 2ൻ്റെ ക്യൂബ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൈം നമ്പറായിട്ട് കിട്ടും. 9നെ നമുക്ക് എഴുതാം 3യുടെ സ്ക്വയർ ആണ് 9. അതായത് 3 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പറാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? 8ന് പകരം 2 ക്യൂബ് എന്ന് എഴുതാം. ദ 2 ക്യൂബ് ദ ഹോൾ റേസ് ടു 10 ഇൻറ്റു 9ന് പകരം എന്ത് എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? 3 സ്ക്വയർ ദ ഹോൾ റേസ് ടു 7 ഇൻറ്റു 7 റേസ് ടു 8. ഓക്കെ ആണോ? ഇതിനെ മാറ്റി എഴുതിയേ 2 ഇൻറ്റു 3 റേസ് ടു 10 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ദ ഹോൾ റേസ് ടു 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം? 2 റേസ് ടു 30 എന്ന് എഴുതാം. ഇൻറ്റു അടുത്ത 3 റേസ് ടു 14 എന്ന് എഴുതാം. ഇൻറ്റു 7 റേസ് ടു 8 എന്ന് എഴുതാം. ഇവിടെ നോക്കിയേ, എല്ലാ നമ്പറും എന്തായി? പ്രൈം നമ്പേഴ്സായി. അങ്ങനെ പ്രൈം നമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ എന്തുമാത്രം കൂട്ടിയാൽ മതി? പവേഴ്സ് മാത്രം കൂട്ടുക. 30 പ്ലസ് 14 പ്ലസ് 8, 30 പ്ലസ് 14 44, 44 പ്ലസ് 8 52 എന്ന് കിട്ടി. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 52 എന്ന് കിട്ടി. ഓക്കെ, ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. എക്സ് റേസ് ടു എ ഇൻറ്റു വൈ റേസ് ടു ബി ഇൻറ്റു ഇസഡ് റേസ് ടു സി എന്ന നമ്പേഴ്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പവേഴ്സ് തമ്മിൽ കൂട്ടുക. എപ്പോൾ എക്സ് വൈ ഇസഡ് എന്തായിരിക്കണം? പ്രൈം നമ്പർ ആണെങ്കിൽ മാത്രം. ഓക്കെ ഓക്കെ, അടുത്ത നോക്കിയേ, സ്റ്റഡി ദ ഫോളോവിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. താഴെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? ശ്രദ്ധയോടെ വായിച്ചു നോക്കിയിട്ട് താഴെ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ എഴുതുക. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഗോ ജമ്പ് ദെയർ എന്ന് എഴുതി നോക്കിയേ. ഗോ ജമ്പ് ദെയർ, ഗോ ജമ്പ് ദെയർ. ഇതിനെ എങ്ങനെ എഴുതിയേക്കുന്നു? ലോ ഫ ല എന്ന് എഴുതിയേക്കുന്നു. ലോ ഫ ല എന്ന് എഴുതിയേക്കുന്നു. അടുത്തത് ഷീ ഗോ ദെയർ. ഷീ ഗോ ദെയർ എന്നുള്ളതിനെ എങ്ങനെ എഴുതിയേക്കുന്നു? KAFALA എന്ന് എഴുതിയേക്കുന്നു. അടുത്തത് ഷീ ദെയർ ഗോട്ട്. ഷീ ദെയർ ഗോട്ട് എന്നുള്ളതിനെ എങ്ങനെ എഴുതിയേക്കുന്നു? പോ ക ല എന്ന് എഴുതിയേക്കുന്നു. ഓക്കെ ആണോ? ദേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതേണ്ടത് ഗോ ഗോട്ടിനെയാണ്. ഗോ ഗോട്ടിനെയാണ് എങ്ങനെ എഴുതും എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഗോ ഗോട്ടിനെ എങ്ങനെ എഴുതും? അങ്ങനെ എന്തായാലും നമ്മൾ കണ്ടുപിടിക്കുക. ഗോ ഗോട്ടിനെ എങ്ങനെ എഴുതും? അതായത് ഗോയുടെ കോഡ് എന്താണ്, ഗോട്ടിൻ്റെ കോഡ് എന്താണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഗോയുടെ കോഡും ഗോട്ടിൻ്റെ കോഡും എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ 2 ടേം എടുക്കുക. ആദ്യത്തെ 2 കാര്യം എടുക്കുക. ഗോ ജമ്പ് ദെയർ, ഷീ ഗോ ദെയർ. 2 വാക്ക് എടുക്കുക, 2 സെൻറ്റൻസ് എടുക്കുക. ഗോ ജമ്പ് ദെയർ, ഷീ ഗോ ദെയർ. ഇവിടെ രണ്ടിടത്തും 2 വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ രണ്ടിടത്തും ഗോയുണ്ട്, രണ്ടിടത്തും ദെയറുണ്ട്. ഓക്കെ, രണ്ടിടത്തും എന്തുണ്ട്? ഗോയുണ്ട്, രണ്ടിടത്തും എന്തുണ്ട്? ദെയറുമുണ്ട്. രണ്ടിടത്ത് ഗോയുണ്ട്, രണ്ടിടത്ത് എന്തുണ്ട്? ദെയറുമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 വരിയിലെ 2 സിമിലർ ആയിട്ടുള്ള കോഡുകൾ ഏതൊക്കെയാണ്? ഫ ല, ഫ ല അല്ലേ? 2 സിമിലർ ആയിട്ടുള്ള വേർഡുകളാണ്. അതായത് ഒന്നെങ്കിൽ FA എന്ന് പറയുന്നത് ഗോയുടെ കോഡായിരിക്കും, അല്ലെങ്കിൽ ദെയറിൻ്റെ കോഡായിരിക്കും. അല്ലെങ്കിൽ ല എന്ന് പറയുന്നത് ഗോയുടെ കോഡായിരിക്കും, അല്ലെങ്കിൽ ദെയറിൻ്റെ കോഡായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? ആദ്യത്തെ 2 സെൻറ്റൻസിനകത്ത് ഈ ഗോയും ദെയറും സിമിലർ ആയിട്ടുണ്ട്. അതുകൊണ്ട് 2 സെൻറ്റൻസിൻ്റെ കോഡിനകത്തിലും FAയും LAയും സിമിലർ ആയിട്ടുണ്ട്. അതായത് ഈ 2 എണ്ണത്തിൻ്റെ കോഡായിരിക്കും FAയും LAയും. ഓക്കെ, ഇനി അടുത്ത 2 എണ്ണം കൺസിഡർ ചെയ്യുക. അടുത്ത 2 എണ്ണം കൺസിഡർ ചെയ്ത് നോക്കിയേ. അടുത്ത 2 എണ്ണം കൺസിഡർ ചെയ്ത് അടുത്ത 2 സെൻറ്റൻസ് കൺസിഡർ ചെയ്തപ്പോൾ ഇതിനകത്ത് ഷീ എന്ന് പറയുന്ന വാക്ക് സിമിലർ ആണ് അല്ലേ? രണ്ടിനകത്തിലും ഉണ്ട്. ഷീ രണ്ടിനകത്തിലുമുണ്ട്. അതേപോലെ ദെയറും രണ്ടിടത്തുമുണ്ട്, ദെയറും രണ്ടിടത്തുമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പറയാം ദെയർ എന്ന് പറയുന്ന വാക്ക് ഈ 3 സെൻറ്റൻസിലും ആരുണ്ട്? ദെയറുണ്ട്. 3 സെൻറ്റൻസിലും ദെയറുണ്ട്. ഓക്കെ, വേറെ ഒരു വാക്കും എവിടെ ആവർത്തിക്കുന്നില്ല? 3 എണ്ണത്തിലും ആവർത്തിക്കുന്നില്ല. 3 എണ്ണത്തിലും ആവർത്തിക്കുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, ദെയർ. അതായത് 3 എണ്ണത്തിലും സിമിലറായിട്ടുള്ള കോഡ് ഏതുണ്ട്? അതായിരിക്കും ദെയറിൻ്റെ കോഡ്. ഇതേ നോക്കി, ഇവിടെ ല 3 ഇടത്തുമുണ്ട്. അതായത് ല എന്ന് പറയുന്നത് എന്തിൻ്റെ കോഡാണ്? ദെയറിൻ്റെ കോഡാണ്. ല എന്ന് പറയുന്നത് ദെയറിൻ്റെ കോഡാണ്. ല എന്ന് പറയുന്നത് എന്തിൻ്റെ കോഡാണ്? ദെയറിൻ്റെ കോഡാണ്. ല എന്ന് പറയുന്നത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം നമ്മൾ പറഞ്ഞതിനകത്ത് നിന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഗോയുടെ കോഡ് ഏതായിരിക്കും? FA ആയിരിക്കും. ഗോയുടെ കോഡ് എന്തായിരിക്കും? FA. നമ്മളത് ഗോയുടെ നേരെ എന്തെഴുതുന്നു? FA എന്ന് എഴുതുന്നു. ഗോയുടെ കോഡായിട്ട് FA എന്ന് കിട്ടി. അപ്പോൾ തന്നെ 2 ഓപ്ഷൻ കട്ടായി. ഓക്കെ, ഓപ്ഷനകത്ത് നിന്ന് 2 എണ്ണം കട്ടായി. ഇനി നോക്കിയേ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഗോട്ടിൻ്റെ ആണ്. നോക്കിയേ, രണ്ടിടത്തും ഷീ ഉണ്ട് അല്ലേ? 2 വാക്കിലും ഷീ ഉണ്ട്. അതായത് രണ്ടിടത്തും സെയിം ആയിട്ടുള്ള ഏതുണ്ട്? കായുണ്ട്. ക കണ്ടോ? രണ്ടിടത്തും കായുണ്ട്. അതായത് ഷീയുടെ കോഡാണ് ക. അപ്പം ല എന്ന് പറയുന്നത് ദേറിൻ്റെ കോഡാണ്, ഷീ എന്ന് പറയുന്നതിൻ്റെ കോഡാണ് ക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ PO എന്ന് പറയുന്നത് എന്തിൻ്റെ കോഡായിരിക്കും? ഗോട്ടിൻ്റെ കോഡായിരിക്കും. PO, ഗോട്ടിൻ്റെ കോഡ് PO. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കോട്ടാണ്. FAPO 2. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് സം ഈസ് ഇൻവെസ്റ്റഡ് ഇൻ 2 ഡിഫറെൻറ്റ് സ്കീം ഫോർ 2 years അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് വിത്ത് റേറ്റ്സ് 40% ആൻഡ് 11%. ഇഫ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ആഫ്റ്റർ 2 years ഈസ് Rs 2724, then find the sum invested on each scheme. നോക്കിയേ, ഒരു തുക എത്രയാണെന്ന് നമുക്കറിയില്ല, P എന്ന് പറയാം. ഓക്കെ, ഒരു തുക നമ്മൾ 2 സ്കീമിലായിട്ട് 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 2 സ്കീമിലായിട്ട് 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, 2 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, 2 വർഷത്തേക്ക്. ഓക്കെ, ഒന്നാമത്തെ സ്കീമിനകത്തുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 14 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 14% ആണ്. രണ്ടാമത്തേനകത്തുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ 11% ആണ്. 11%. ഓക്കെ, അങ്ങനെ 2 വർഷം കഴിയുമ്പോൾ ഈ എമൗണ്ടിന്, P എന്ന് പറയുന്ന എമൗണ്ടിന് 14% നിരക്കിൽ ഒരു ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ? ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ആ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? PNR ഡിവൈഡ് ബൈ 100 ആണ് അല്ലേ? PNR ഡിവൈഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് നമ്മൾ PNR ഡിവൈഡ് ബൈ 100. ഓക്കെ, PNR ഡിവൈഡ് ബൈ 100 അതാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? ഒന്നാമത്തെ സ്കീമിനകത്തിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് PNR ഡിവൈഡ് ബൈ 100. ഇവിടെ നോക്കിയാൽ ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് 11% ഇൻട്രസ്റ്റ് ഉള്ളിടത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ അവിടെയും നമുക്ക് എന്ത് കിട്ടും? ഒരു പലിശ കിട്ടും. അതിനെ ഞാൻ PNR ഡിവൈഡ് ബൈ 100 എന്ന് കൊടുക്കുന്നു. അവിടുത്തെയും പലിശ എന്ന് പറയുന്ന I ആണ്. ഓക്കെ, ഈ 2 പലിശകൾ തമ്മിൽ കൂട്ടുന്നതാണ് നമുക്ക് എത്രയാണെന്ന് കൊടുത്തേക്കുന്നത്? 2724 എന്ന് ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്. ഈ 2 പലിശ ഇവിടെ രണ്ടിടത്തും കിട്ടുന്ന പലിശയാണ് 2724. ഓക്കെ ആണോ? ഇത്രയും കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? തുക നമുക്കറിയില്ല, N അറിയാം, 2 വർഷമാണെന്നറിയാം. അതുകൊണ്ട് നമുക്ക് N-നെ അവിടെ ഇടാം. P ഇൻറ്റു N 2 വർഷം ഇൻറ്റു R എത്രയാ? 14 അല്ലേ? 14 ഡിവൈഡഡ് ബൈ 100. ഇതാണ് ഒന്നാമത്തെ പലിശ എന്ന് പറയുന്നത്. ഈ പലിശയുടെ കൂടെ രണ്ടാമത്തെ സ്കീമിലെ പലിശ കൂട്ടണം. അപ്പം നമുക്ക് ആകെ 2724 എന്ന് കിട്ടും. രണ്ടാമത്തെ വർഷത്തെ സ്കീം എത്രയാ? P ഇൻറ്റു അവിടുത്തെ N എത്ര? 2 തന്നെ. R എന്ന് പറയുന്നത് എത്ര? 11 അല്ലേ? 11 ഡിവൈഡ് ബൈ 100. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2724 എന്ന് കിട്ടും. പറഞ്ഞ് മനസ്സിലായോ? 2 സ്കീമിലെയും പലിശ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2724 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ P കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാമല്ലോ. നോക്കിയേ, ഒന്നാമത്തെ പലിശ P ഇൻറ്റു N ഇൻറ്റു 2 ഇൻറ്റു 14 അല്ലേ? 2 ഇൻറ്റു 14 ഡിവൈഡ് ബൈ 100 പ്ലസ് അടുത്തതിനകത്തിലെ പലിശ P ഇൻറ്റു 2 ഇൻറ്റു 11 ബൈ 100 അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടുന്ന നമുക്ക് എത്ര കിട്ടും എന്ന് പറഞ്ഞു? 2724 കിട്ടും. ഓക്കെ ആണോ? നോക്കിയേ, P ഇൻറ്റു 2 ഇൻറ്റു 14 എത്ര കിട്ടും? 28 എന്ന് കിട്ടും അല്ലേ? 28 ഡിവൈഡ് ബൈ 100 പ്ലസ് അടുത്ത് നോക്കിയേ 22P ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 2724. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തും ഡിനോമിനേറ്റർ 100 ആണ്. 100 കോമൺ ആയിട്ട് എടുത്തു. ദെൻ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടുക. 28Pയും 22Pയും കൂടെ കൂട്ടുക. 28 2 30 50P എന്ന് കിട്ടി അല്ലേ? 50P ഈക്വൽ ടു 50P ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 2724. അങ്ങനെയാണെങ്കിൽ P ഈക്വൽ ടു ഗുണിച്ചിരിക്കുന്ന 50 അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആകും അല്ലേ? ഗുണിച്ചിരിക്കുന്ന 50 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. 50 ഡിവിഷൻ ആകും. അതേപോലെ 100 ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ 100 ഡിവൈഡ് ചെയ്തേക്കുന്ന 100 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആകും. 50 100 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, 2 എന്ന് കിട്ടും അല്ലേ? 2720
2724 ഇൻറ്റു 2, 2724 ഇൻറ്റു 2 എത്ര കിട്ടും നമുക്ക്? 24 8, 2 4, 7 14 4 ശിഷ്ടം 1, 2 4 1 5, 5448 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? 5448 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായല്ലോ? സിമ്പിളായിരുന്നല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സർട്ടൈൻ കോഡ് ലാംഗ്വേജ് 25 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 15. ഓക്കെ, 25 ഡിവൈഡ് ബൈ 5നെ നമ്മൾ എങ്ങനെ എഴുതിയേക്കുന്നു? 25 ഡിവൈഡ് ബൈ 5നെ നമ്മൾ എങ്ങനെ എഴുതിയേക്കുന്നു? 15 എന്ന് എഴുതിയേക്കുന്നു. അടുത്ത പറഞ്ഞേക്കുന്നത് 30 ഡിവൈഡഡ് ബൈ 6നെ എങ്ങനെ എഴുതിയേക്കുന്നു? 30 ഡിവൈഡ് ബൈ 6നെ 20 എന്ന് എഴുതിയേക്കുന്നു. 35 ഡിവൈഡ് ബൈ 7നെ എങ്ങനെ എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേ നോക്കിയേ, 25 ഡിവൈഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ആൻസർ? 25 ഡിവൈഡ് ബൈ 5 ചെയ്താൽ സാധാരണ നമുക്ക് 5 ആൻസർ കിട്ടുന്നത്. പക്ഷേ ഇവിടെ അവർക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 15. 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായല്ലോ? ഇനി 30 ഡിവൈഡ് ബൈ 6 അത് എത്ര കിട്ടും? അതും 5 കിട്ടും അല്ലേ? പക്ഷേ അവർക്ക് കിട്ടിയേക്കുന്ന ആൻസർ 20. 5 ഇൻറ്റു 4 എത്ര കിട്ടും? നമുക്ക് 20 എന്ന് കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 35 ഡിവൈഡ് ബൈ 7 അതും 5 കിട്ടും. ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം അല്ലേ? 3 4 5, 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. ആൻസർ 4, 25. മനസ്സിലായോ പറഞ്ഞത്? സിമ്പിളാണോ? ഇവിടെ എല്ലാം ഗുണിക്കുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 5നെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടി. 5നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ രണ്ടാമത്തെ ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആൻസർ കിട്ടാൻ എന്ത് ചെയ്യണം? 5നെ 5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണോ? ഓക്കെ, ഇനി നോക്കിയേ, ഇഫ് ദ സം ഓഫ് LCM ആൻഡ് HCF ഓഫ് 2 നമ്പേഴ്സ് ഈസ് 396. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? LCMും HCFും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 396 എന്ന് കിട്ടി. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ LCM ആൻഡ് HCF. ഇനി ഈ LCMും HCFും കൂടെ കുറച്ചപ്പോൾ നമുക്ക് 324 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ 72 ആണെങ്കിൽ, ആദ്യത്തെ നമ്പർ 72 ആണെങ്കിൽ മറ്റേ നമ്പർ കണ്ടുപിടിക്കുക. ദെൻ ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ. രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? എന്താ പറഞ്ഞേക്കുന്നത്? 2 നമ്പേഴ്സിൻ്റെ, ഇനി ഇത് മൊത്തത്തിൽ പറഞ്ഞുതരാം. 2 നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. 2 നമ്പേഴ്സിൻ്റെ LCMും HCFും കൂടെ കൂട്ടുന്നത് 396ഉം അത് തമ്മിലുള്ള ഡിഫറൻസ് 324ഉമാണ്. ദ സം ഓഫ് LCM ആൻഡ് HCF ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിൻ്റെ LCM HCFും കൂടെ 396ആണ്. അത് തമ്മിൽ കുറയ്ക്കുന്നത് 324ആണ്. ആദ്യത്തെ നമ്പർ 72 ആണെങ്കിൽ മറ്റേ നമ്പർ കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതേ നോക്കിയേ, നമുക്ക് LCMും HCFും തന്നിട്ടുണ്ട് അല്ലേ? ഇതേ ഒന്ന് കൂട്ടാനും ഒന്ന് കുറയ്ക്കാനോ തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് 2 ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. ഒന്നാമത്തെ ഇക്വേഷനും ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. 2 ഇക്വേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ നോക്കിയേ, 2 ഇക്വേഷൻ തമ്മിൽ കൂട്ടുക എന്ന് വിചാരിക്കുക. LCM പ്ലസ് LCM എത്ര കിട്ടും? 2 LCM കിട്ടും അല്ലേ? 2 LCM കിട്ടും. ഒരു HCFിൽ നിന്നും മൈനസ് HCF പോയാലോ ഇത് തമ്മിൽ ക്യാൻസലാവും. ഈക്വൽ ടു, പറഞ്ഞാൽ മനസ്സിലായോ? ഈക്വൽ ടു 396 പ്ലസ് 324 എത്ര കിട്ടും നമുക്ക്? 6 4 10 0 ശിഷ്ടം 1, 10 12 2 ശിഷ്ടം 1, 3 6 1 7, 720 എന്ന് കിട്ടും. 2 LCM എന്ന് പറയുന്നത് 720 ആണ്. അങ്ങനെയാണെങ്കിൽ LCM ഈക്വൽ ടു 720 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 360 എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 360 എന്ന് കിട്ടും. ഓക്കെ ആണോ? 720 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും നമുക്ക്? 360. എന്ന് വെച്ചാൽ LCM എന്ന് പറയുന്നത് 360 ആണ്. LCM 360 ആണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കി, LCM HCFും കൂടെ 396 ഉണ്ട്. LCM പ്ലസ് LCM HCFും കൂടെ കൂട്ടിയാൽ 396 ഉണ്ട്. അതിൽ LCM എന്ന് പറയുന്നത് 360 ആണെങ്കിൽ HCF എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? HCF ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ടോട്ടലിൽ നിന്നും 396 നിന്നും എന്ത് ചെയ്യുക? 360 കുറയ്ക്കും. 360 കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 36 എന്ന് ആൻസർ കിട്ടും. എത്ര ആൻസർ കിട്ടും? 36. എന്ന് വെച്ചാൽ HCF 36ഉം LCM 360ഉമാണ്. ഇത്രയും കാര്യം മനസ്സിലായോ? HCFും കണ്ടുപിടിച്ചു, LCMും കണ്ടുപിടിച്ചു. ഓക്കെ, 360 LCM ആണ്, 36 HCF ആണ്.
ഓക്കെ ആണോ? ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു നമ്പർ 72 ആണെങ്കിൽ മറ്റേ നമ്പർ കണ്ടുപിടിക്കുക. രണ്ട് നമ്പറിൻ്റെ LCM HCF ആണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ആദ്യത്തെ നമ്പർ 72 ആണെങ്കിൽ മറ്റേ നമ്പർ ഏത്? നമുക്കറിയാം രണ്ട് നമ്പേഴ്സിൻ്റെ LCMൻ്റെയും HCFൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ നമ്പേഴ്സ് ഗുണിക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് നമ്പേഴ്സിൻ്റെ LCMും HCFും ഗുണിക്കുന്നത് ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുന്നതിന് ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ 72 ഇൻറ്റു എക്സ്, ഇവിടെ മറ്റേ നമ്പറിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ 72 ഇൻറ്റു എക്സിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ എക്സ് കിട്ടണമെങ്കിൽ, എക്സ് ആണ് നമുക്ക് കാണേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? LCM ഇൻറ്റു HCF. LCM എന്ന് പറയുന്നത് 360 കിട്ടി, 360 ഇൻറ്റു HCF 36 കിട്ടി, ഡിവൈഡഡ് ബൈ 72 ചെയ്യണം. ഡിവൈഡ് ബൈ 72 എന്ന് വെച്ചാൽ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 72 ഈക്വൽ ടു ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അതാണ് ഡിവൈഡഡ് ബൈ 72. ഓക്കെ, ചെയ്ത് നോക്കിയേ. 72നെയും 36 ഇൻറ്റു 2, 36 ഇൻറ്റു 2 നമുക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും അല്ലേ? 36 ഇൻറ്റു 2 നമുക്ക് 72 എന്ന് കിട്ടും. അപ്പോൾ 2 ഇവിടെ. ഓക്കെ, ഇനി 360 ഇൻറ്റു 2, 360 ഇൻറ്റു 2 നമുക്ക് 360 ഡിവൈഡ് ബൈ 2, 360 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? നമുക്ക് 180 എന്ന് കിട്ടും. അപ്പം മറ്റേ നമ്പർ എന്ന് പറയുന്നത് 180 ആണ്. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്ത് കിട്ടി? 180 എന്ന് കിട്ടി. സെക്കൻഡ് നമ്പർ 180 ആണ്. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിരുന്നല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൺ സീരീസ്. താഴെ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട്. നമ്പർ കാണുമ്പോഴേ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ക്യൂബാണ്. 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബാണ്. 27 എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബാണ്. 64 എന്ന് പറയുന്നത് 4ൻ്റെ ക്യൂബാണ്. 125 എന്ന് പറയുന്നത് 5ൻ്റെ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആര് വരും? 6ൻ്റെ ക്യൂബ് വരും. 6ൻ്റെ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിട്ട് നമുക്ക്? 216. ഓക്കെ, അത് കാണുമ്പോഴേ നമുക്കറിയാം അല്ലേ? സിമ്പിളായിരുന്നു.